എല്ലാവർക്കും കേര പദ്ധതിയുടെ പുതിയൊരു ഫേസ്ബുക്ക് ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ അടുക്കളത്തോട്ടം മുതൽ നെൽപ്പാടങ്ങളിൽ വരെ വിവിധ ഇനം സസ്യസംരക്ഷണ മാർഗങ്ങളാണ് നാം ഉപയോഗിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കീടനാശിനി ഉപയോഗിച്ചുള്ള കീടനിയന്ത്രണ മാർഗങ്ങൾ. അപ്പോൾ എന്തൊക്കെ തരം കീടനിയന്ത്രണ മാർഗങ്ങളാണുള്ളതെന്നും പുതിയ തലമുറ കീടനാശിനികൾ ഏതൊക്കെയാണെന്നുള്ളതും അവയുടെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്നുള്ളതുമൊക്കെയാണ് ഇന്ന് നമ്മൾ ഫേസ്ബുക്ക് ലൈവിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് വെള്ളാനിക്കര കാർഷിക സർവകലാശാല എൻറ്റോമോളജി വിഭാഗം പ്രൊഫസറായ ഡോക്ടർ ബെറിൻ പത്രോസ് സാറാണ്. സർ, ഫേസ്ബുക്ക് ലൈവിലേക്ക് സ്വാഗതം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിവിധ തരം സസ്യ സംരക്ഷണ മാർഗങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്. അത് രോഗങ്ങൾ കൊണ്ടാവാം, കീടങ്ങൾ കൊണ്ടാവാം, അതേപോലെ നിമാവിരകളാവാം, ഈ പലതരം കളകളാവാം. ഇതിനൊക്കെ തന്നെ വിവിധ ഇനം ഉപാധികളാണ് നാം ഉപയോഗിക്കുന്നതും. അപ്പോൾ എന്തൊക്കെ തരം സസ്യസംരക്ഷണ മാർഗങ്ങളാണ് ഇന്ന് നിലവിലുള്ളതെന്ന് പറയാമോ സർ? ഈ പലപ്പോഴും സസ്യസംരക്ഷണ മാർഗങ്ങൾ എന്ന് ചിന്തിക്കുമ്പോൾ സാധാരണ കർഷകരുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് കീടനാശിനിയാണ് ഒരു പ്രധാനപ്പെട്ട നിയന്ത്രണോപാധി എന്നുള്ളതാണ്. പക്ഷെ കീടനാശിനികൾ ഏതാണ്ട് 75 കൊല്ലമേ ആയിട്ടുള്ളൂ ഈ കൃഷിയിലേക്ക് വന്നിട്ട്. അതിനു മുമ്പേ തന്നെ കൃഷിയുണ്ടായിരുന്നു, കൃഷിയെ നിയന്ത്രിക്കാനുള്ള ഒട്ടനവധി മാർഗങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളൊരു കൃഷി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നെൽകൃഷി അതിന് ഉദാഹരണമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കൃഷി ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന സമയം, സീസൺ, അത് കറക്റ്റ് സീസണിൽ ചെയ്യുകയോ നേരത്തെ ചെയ്യുകയോ വൈകി ചെയ്യുകയോ ഒക്കെ ചെയ്താൽ തന്നെ കീടബാധ കൂടാനും കുറയാനും സാധ്യതയുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ വിരിപ്പ് കൃഷിയുടെ സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. വിരിപ്പ് കൃഷിയിൽ സാധാരണ രീതിയിൽ മെയ് ജൂൺ മാസത്തിലാണ് നമ്മൾ നടുന്നത്. ജൂലൈ മാസത്തിലേക്ക് നമ്മൾ നടിയിലോ വിതയോ മാറുകയാണെന്നുണ്ടെങ്കിൽ ഗാളിച്ചയുടെ ആക്രമണം കൂടും. അപ്പോൾ ഒരു നടിയിൽ പ്രവർത്തനം ഏത് സമയത്ത് ചെയ്യുന്നു എന്നുള്ളത് പോലും നമുക്ക് കീടബാധയെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. കൃത്യമായ സമയത്ത് നമ്മൾ നടിയിൽ പ്രവർത്തനങ്ങളോ നമ്മുടെ കൃഷി മുറകൾ ചെയ്യുക എന്നുള്ളത് പോലും കീടനിയന്ത്രണത്തെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് നടുന്ന സമയം, ഇപ്പം ഇപ്പോൾ വിരിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുഞ്ചയുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകിയാണ് പുഞ്ച നടുന്നത് എങ്കിൽ, നമ്മൾ പുഞ്ച സാധാരണ ഡിസംബർ ജനുവരിയിൽ നടുന്നത് പിന്നെയും കുറച്ചുകൂടി വൈകുകയാണെന്നുണ്ടെങ്കിൽ അത് കതിരാവുന്നത് ഏപ്രിൽ മെയ്യോടുകൂടിയായിരിക്കും. അങ്ങനെ വൈകും തോറും മുഞ്ഞയുടെ ആക്രമണം കൂടും. അപ്പോൾ ഒരു നടിയിൽ പ്രവർത്തനം കൃത്യമായ സമയത്ത് പാലിക്കുന്നത് പോലും കീടനിയന്ത്രണം. അപ്പോൾ നടിയിൽ സമയം ഒരു ഘടകമാണ്. പിന്നെ നടാൻ ഉപയോഗിക്കുന്ന വിത്ത് കഴിയുന്നത്ര പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഏറ്റവും വളരെ ഇപ്പോൾ നെല്ലിലാണെന്നുണ്ടെങ്കിൽ ഗാളിച്ചയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുന്ന, താരതമ്യേന പ്രതിരോധിക്കാൻ കഴിയുന്ന ഉമ പോലെയുള്ള വിത്തുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം. പച്ചക്കറികളിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചിന്തിക്കാവുന്ന ഒന്നാണ് ബാക്ടീരിയ വാട്ടം. വഴുതന വർഗ്ഗവിളകളിൽ വഴുതന, മുളക്, തക്കാളി കർഷകരെല്ലാവരും മട്ടുഭാഗ കൃഷി ചെയ്യുന്ന ഒരാൾ പോലും കണ്ടിട്ടുണ്ടാവും. തക്കാളിയൊക്കെ പൂവും കായും ആവുന്ന ഒരു സമയം എത്തുമ്പോഴത്തേക്ക് പച്ചയ്ക്ക് നിന്ന് ഒറ്റയടിക്ക് അങ്ങ് വാടിപ്പോകുന്നത്. അത് കേരളത്തിലെ മണ്ണിൽ കാണുന്ന ബാക്ടീരിയയെ ചെറുക്കുന്ന ഇനങ്ങൾ മാത്രമേ ഇവിടെ ഭംഗിയായിട്ട് വളരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ, കാർഷിക സർവകലാശാലയുടെ മുളക്, വഴുതന, തക്കാളി ഇനങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ പ്രതിരോധ ശേഷിയുള്ളതാണ്. പക്ഷെ അപ്പോൾ അതിന് ചിലപ്പോൾ മാർക്കറ്റിൽ ചെറിയൊരു പ്രശ്നങ്ങൾ വരാം. അങ്ങനെയാണെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത തക്കാളി, വഴുതന, മുളക് തൈകൾ ഉപയോഗിച്ച് നമുക്ക് ഈ പ്രശ്നങ്ങളെ മറികടക്കാം. അപ്പം നടുന്ന സമയം ഒരു ഘടകമാണ്. തിരഞ്ഞെടുക്കുന്ന ഇനം കഴിയുന്നത്ര പ്രതിരോധ ശേഷിയുള്ളതാണെങ്കിൽ പിന്നീട് ഒരു കീടനാശിനിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വിത്തിടുന്ന അകലം പോലും വളരെ പ്രധാനപ്പെട്ടതാണ് കീടരോഗബാധയിൽ. ഇപ്പം നെൽകൃഷിയാണ് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അടുത്ത് നടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിത്തിൻ്റെ അളവ് കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മുഞ്ഞയുടെ ശല്യവും ഓലയുരുട്ടിയുടെ ശല്യവും പോളകരിച്ചിൽ രോഗവും കൂടും. അപ്പോൾ കൃത്യമായ അകലത്തിൽ നടുന്നത് പോലും പിന്നീടുണ്ടാകാവുന്ന കീടരോഗബാധയെ കുറയ്ക്കും. വളപ്രയോഗം, നൈട്രജൻ വളപ്രയോഗം കൂടിപ്പോയി കഴിഞ്ഞാൽ അത് കീടരോഗബാധയെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. അപ്പോൾ കൃത്യമായ അനുപാതത്തിലുള്ള വളപ്രയോഗം, പൊട്ടാഷ് വളം ചെല്ലാതിരുന്നാൽ ചെടിയുടെ കീടപ്രതിരോധ ശേഷി കുറയും. പിന്നെ കളകൾ, അതും നെല്ല് തന്നെ ഏറ്റവും നല്ലൊരു ഉദാഹരണം. ഇപ്പോൾ വരിനെല്ല് പോലെയുള്ള കളകളുണ്ട് എങ്കിൽ വരിനെല്ല് എപ്പോഴും നേരത്തെ കതിരിടും. അപ്പോൾ കതിരിടുന്നത് കൊണ്ട് തന്നെ അതിലേക്ക് ചാഴി ആകർഷിക്കപ്പെട്ടു വരും.
നമ്മുടെ നെല്ല് കതിരിടുമ്പോഴേക്കും ചാഴി പെറ്റുപെരുകിയിട്ടുണ്ടാവും, അത് നമ്മുടെ നെല്ലിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ കള നിയന്ത്രണം ഒരു വലിയ ഘടകമാണ്. വെള്ളം, നമ്മുടെ ജലസേചനത്തിൻ്റെ കാര്യം, അത് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വാഴയിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല കർഷകരും നെൽപ്പാടങ്ങളിലൊക്കെ ചെയ്യുന്ന കർഷകർ വെള്ളം കെട്ടി നിർത്തി നനയ്ക്കുന്ന ഒരു പ്രവണത പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. അങ്ങനെ കെട്ടി നിർത്തി നനയ്ക്കുന്ന സ്ഥലങ്ങളിൽ അഴുകൽ രോഗം വളരെ കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് പാടില്ല. വാഴയ്ക്ക് അങ്ങനെ നനയുടെ ആവശ്യമില്ല. ഇപ്പോൾ നെല്ലി തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേസുവോ കുഴൽപ്പുഴു എന്ന് പറയുന്നത് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് അതിൻ്റെ ആക്രമണം കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ വെള്ളം ഒഴുക്കി വിടേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇത് വളം പ്രയോഗം ഒരു പ്രധാന ഘടകമാണ്, കളനിയന്ത്രണം ഒരു പ്രധാന ഘടകമാണ്, വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് ഒരു പ്രധാന ഘടകമാണ്. ഇതൊക്കെ തന്നെ നമ്മുടെ കൃഷിമുറകളിൽ നമുക്ക് മാറ്റം വരുത്തി. ഇപ്പോൾ ഇത് നെല്ല് മാത്രമൊന്നും അല്ല കേട്ടോ. നമ്മളിപ്പോൾ പല വിളകളെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മാവിലെയൊക്കെ നമ്മൾ പറയും ഈ തുള്ളന്മാരുടെ ആക്രമണം. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊമ്പൊക്കെ ഒന്ന് കോതി കൊടുത്താൽ തന്നെ, അകത്തേക്ക് വായുസഞ്ചാരം എത്തിയാൽ തന്നെ ഇത് കുറയും. ഇപ്പോൾ അകലത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വാഴ കർഷകരൊക്കെ ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വാഴയിൽ അടുപ്പം കൂടും തോറും, നമ്മൾ ഏത്തവാഴ സാധാരണ 2 മീറ്റർ അകലം എന്ന് പറയും. അടുപ്പം കൂടും തോറും ഇലപ്പുള്ളി രോഗം കൂടും. പൊട്ടാഷിൻ്റെ അളവ് കുറഞ്ഞാൽ ഇലപ്പുള്ളി രോഗം കൂടും. നന കൂടിയാലും ഇലപ്പുള്ളി രോഗം കൂടും. അപ്പോൾ ഒരു രോഗം വരുന്നതും ആ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കുമിൾനാശിനിയോ കീടനാശിനി പ്രയോഗത്തിലേക്കോ പോകേണ്ടി വരുന്നതും പലപ്പോഴും നമ്മളുടെ തുടക്കത്തിലുള്ള കൃഷിമുറകളിൽ ഒരു പാളിച്ച പറ്റിയാൽ പിന്നീടുണ്ടാകുന്ന കീടനാശിനി പ്രയോഗം വളരെ രൂക്ഷമാവുന്ന ഒരു സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ നമ്മൾ ക്രോപ്പ് റൊട്ടേഷൻ എന്നൊക്കെ പറയും, വിള പരിക്രമണം എന്ന് പറയുന്നത്. ഒരേ വിള തന്നെ ഒരേ സ്ഥലത്ത് ആവർത്തിക്കാതിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വാഴയിലെ നിമാവര, നമ്മളൊരു 2 വിള ഒരു സ്ഥലത്തെടുത്ത് മൂന്നാമത് ചെയ്തു കഴിഞ്ഞാൽ ഓരോ കൊല്ലം ചെല്ലും തോറും തൂക്കം കുറഞ്ഞു വരും, വേര് കറുത്തു വന്ന് നിമാവരയുടെ ആക്രമണം മൂലം ഇത് കുറയും. അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരേ വിള തന്നെ ഒരേ ബാഗിൽ ചെയ്യുമ്പോൾ തന്നെ രോഗം ബാധിക്കാനുള്ള സാധ്യതകൾ, മണ്ണിൽ പകരുന്ന രോഗം ബാധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരം കാർഷിക മുറകൾ കൂടാതെ നമ്മൾ ഈ കാണുന്ന കീടങ്ങളെയൊക്കെ പറക്കി നശിപ്പിക്കുന്ന ഇപ്പോൾ ചെറിയ ചെറിയ കീടങ്ങൾ, ഇപ്പോൾ എപ്പിലാക്ന വണ്ട് എന്നൊക്കെ പറയുന്നത്, അത് ഇലയുടെ അടിയിൽ വണ്ടും പുഴുക്കളും ഇലയുടെ അടിയിൽ കാണും. തുടക്കത്തിൽ കാണുന്നതിനെ കൈകൊണ്ട് പിടിച്ച് നശിപ്പിക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫിസിക്കൽ കൺട്രോൾ എന്നൊക്കെ പറയുന്നുണ്ട്. വിളക്ക് കെണികൾ വെക്കുന്നത്, മഞ്ഞക്കെണി, നീലക്കെണി, ഇതൊക്കെ ഈ കീടനിയന്ത്രണത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ എപ്പോഴും ഫലിക്കുന്നത് നേരത്തെ കൂട്ടി ചെയ്യുമ്പോഴാണ്. ഇതുകൂടാതെ നമുക്ക് ജൈവ നിയന്ത്രണ മാർഗങ്ങൾ, പ്രിഡേറ്റേഴ്സ്, പാരസിറ്റോയിഡ്സ്, പരാതങ്ങൾ, എരപിഡിയന്മാർ, അത് നമ്മൾ സുന്ദരി വണ്ടുകൾ, കോക്സിനെല്ലിഡ്സ് എന്ന് പറയുന്ന വിഭാഗം, അതാണ് ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നു. ഒത്തിരി അധികം ഉണ്ടെങ്കിൽ ലേഡി ബേർഡ് ബീറ്റിൽ എന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മുടെ നെൽപ്പാടങ്ങളിലാണെങ്കിൽ എട്ടുകാലികൾ, ഒത്തിരി അധികം നെൽപ്പാടങ്ങളിലൊക്കെ ഒത്തിരി അധികം മിത്രകീടങ്ങളുണ്ട്. അവയെ സംരക്ഷിക്കുന്ന ഒരു രീതി പോലും പിന്നീടുണ്ടാകുന്ന കീടബാധ കുറയ്ക്കാൻ സഹായിക്കും. പക്ഷെ അതുകൂടാതെ തന്നെ സംരക്ഷിക്കുന്നത് മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ലാബുകളിൽ വളർത്തിയ മിത്രകീടങ്ങളെ നമ്മളുടെ കൃഷിയിടങ്ങളിലേക്ക് തുറന്നു വിട്ടും ജൈവ നിയന്ത്രണം സാധ്യമാണ്. ട്രൈക്കോഗ്രാം ഒരു ഉദാഹരണം. തണ്ടുവരപ്പനും ഓലോരിറ്റിക്കെതിരെ നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു. പല മേഖലകളിലും ഈ പഞ്ചായത്തുകളിൽ പോലും ട്രൈക്കോഗ്രാമ ഉൽപ്പാദന യൂണിറ്റുകൾ ഇപ്പോൾ കേരളത്തിൽ നിലവിലുണ്ട്. ഇതുകൂടാതെ തന്നെ മിത്ര കുമിളുകൾ, മിത്ര ബാക്ടീരിയ, ഇപ്പോൾ ബാസിലസ് തുരിഞ്ചിയൻസിസ് എന്ന് പറയുന്നു, പുഴുക്കൾക്കെതിരെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ബിവേറിയ, മെറ്റാറൈസിയം പോലെയുള്ള കുമിളുകളും ഒക്കെ കീടങ്ങൾക്കെതിരെ നമുക്ക് ഉപയോഗിക്കാം. സ്യൂഡോമോണാസ്, ട്രൈക്കോഡെർമിയ ഒക്കെ കൃഷിയുമായിട്ടൊരു ചെറിയ ബന്ധം ഉള്ളവർക്ക് പോലും വളരെ സുപരിചിതമായ ജൈവ നിയന്ത്രണോപാധികളാണ്. പിന്നെ ചെടികളിൽ നിന്ന് തന്നെ എടുക്കുന്ന കീടനാശിനികൾ, ഏറ്റവും നല്ല ഉദാഹരണം അരിവേപ്പിൽ നിന്നുള്ള വേപ്പെണ്ണ എമൾഷൻ, വേപ്പിൻ കുരുസത്ത്, പുകയില കഷായം, ഇതൊക്കെ. അപ്പോൾ ഒരു കീടനിയന്ത്രണം എന്ന് പറയുന്നത് ഒരു കീടനാശിനിയുടെ ഉപയോഗം ഒരു രാസനിയന്ത്രണവും മാത്രമല്ല. കൃഷിയുടെ ആരംഭഘട്ടം മുതൽ, സ്ഥലം തിരഞ്ഞെടുക്കുന്നത് മുതൽ, നമ്മളുടെ
കീടനിയന്ത്രണത്തിന് വേണ്ട ഒട്ടനവധി മുറകൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ പിന്നീടുണ്ടാകുന്ന കീടബാധ നമുക്ക് കുറേ കുറയ്ക്കാൻ സാധിക്കും. ആ കീടബാധ കുറഞ്ഞു വരുമ്പോൾ ഏറ്റവും അവസാനത്തേക്ക് വെക്കേണ്ട ഒന്നാണ് രാസനിയന്ത്രണം. നമ്മൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ 18ാമത്തെ അടവാണ് രാസനിയന്ത്രണം. 17 അടവുകളും പ്രയോഗിച്ചതിന് ശേഷം വേണ്ടതാണ് 18ാമത്തെ അടവ്. അപ്പോൾ ഈ 17 അടവുകളും എന്ന് പറഞ്ഞാണ് ഞാൻ മുമ്പ് പറഞ്ഞ കുറേ അനവധി കാര്യങ്ങൾ. അതൊക്കെ ചെയ്തു വരുമ്പോൾ പലപ്പോഴും നമുക്ക് ഈ 18ാമത്തെ രാസപ്രയോഗത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരില്ല. പലപ്പോഴും നമുക്കൊരു തെറ്റായ ധാരണ, ഒരു കീടത്തെ കാണുമ്പോൾ തന്നെ ഒരു രാസകീടനാശിനി തളിക്കാനുള്ള ഒരു പ്രവണത പല കർഷകരുടെ ഇടയിലുണ്ട്. പക്ഷെ അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക. കാരണം എടുത്തു പിടിച്ച് നമ്മളൊരു കീടനാശിനി പ്രയോഗം ചെയ്തു കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെയുള്ള മിത്രകീടങ്ങൾ മുഴുവൻ ചത്തും. അത് പിന്നെ നമുക്ക് പിന്നീട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഒട്ടനവധി നിയന്ത്രണ മാർഗങ്ങൾ കൃഷിയുടെ ആരംഭം തൊട്ട് നമ്മൾ അനുവർത്തിക്കേണ്ടതുണ്ട്. ആ അനുവർത്തിച്ചാണ് നമ്മൾ കീടനിയന്ത്രണത്തെ സാധ്യമാക്കുന്നത്. ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ കാലാവസ്ഥയൊക്കെ അനുകൂലമായിട്ട് വരികയാണെങ്കിലാണ് കീടം നമ്മളുടെ കയ്യിൽ നിന്ന് പിടിച്ചാൽ കിട്ടാതെ പോകുന്നത്. ആ ഒരു 18ാമത്തെ അടവ്, അവസാനത്തെ അടവായിട്ടാണ് രാസനിയന്ത്രണത്തെ അല്ലെങ്കിൽ രാസകീടനാശിനികളെയോ കുമിൾനാശിനികളെയോ നമ്മൾ കാണേണ്ടത്. അവസാനത്തെ അടവായിട്ട് തന്നെയാണ് കാണേണ്ടത്. അപ്പം സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പലതരം കീടനാശിനികളുണ്ട്. രാസകീടനാശിനികളുണ്ട്, ബയോളജിക്കൽ ബയോ പെസ്റ്റിസൈഡ്സ് ഉണ്ട്, അതുപോലെ ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ഉണ്ട്. അപ്പം ഒരുപക്ഷെ കർഷകർക്കെല്ലാം അതെന്താണെന്നൊക്കെ അറിയായിരിക്കാം. എന്നാലും ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഇവ ഉപയോഗിക്കേണ്ടത്? അതുപോലെ സംയോജിത കീടനിയന്ത്രണ മാർഗങ്ങൾ അവ എന്തൊക്കെയാണ് എന്നുള്ളത് വിശദീകരിക്കും. ഇപ്പം ഞാൻ ആദ്യം സംയോജിത കീടനിയന്ത്രണ മാർഗങ്ങൾ, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ അതായത് കൃഷിയുടെ ആരംഭം മുതൽ നമ്മൾ അനുവർത്തിച്ചു പോരുന്ന കീടങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ കീടങ്ങളെ ഇല്ലാതാക്കലല്ല, കീടങ്ങളുടെ എണ്ണം നമുക്ക് നഷ്ടമുണ്ടാക്കുന്ന ലെവലിൽ നിന്ന് താഴെ നിർത്താൻ സഹായിക്കുന്ന മാർഗങ്ങളെ എല്ലാത്തിനെയുമാണ് സംയോജിത കീടനിയന്ത്രണ മാർഗങ്ങൾ. ഈ സംയോജിത കീടനിയന്ത്രണ മാർഗത്തിൻ്റെ അവസാനത്തെ ഘട്ടമാണ് കെമിക്കൽ കൺട്രോൾ. അപ്പോൾ അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ജൈവ നിയന്ത്രണ മാർഗങ്ങൾ. ജൈവ നിയന്ത്രണ മാർഗങ്ങളെ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, സൂക്ഷ്മാണുക്കളെ ഉപയോഗിച്ചിട്ടുള്ള ബാക്ടീരിയ, കുമിളുകൾ, വൈറസുകൾ, പ്രോട്ടോസോവയൊക്കെ ഉണ്ടെങ്കിലും ഈ 4 വിഭാഗത്തിൽപ്പെട്ടതുണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ട് കുമിളുകളും ബാക്ടീരിയകളുമാണ് നമ്മൾ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ മിത്രകീടങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മിത്രകീടങ്ങൾ പെട്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എരപിഡിയന്മാരും കോക്സിനെല്ല്, മറ്റേ ലേഡി ബേർഡ് ബീറ്റിൽസ്, സ്പൈഡേഴ്സ്, എട്ടുകാലികൾ പോലെയുള്ളതും പരാതങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ പാരസിറ്റോയിഡ്സ് എന്ന് പറയും. പാരസിറ്റോയിഡുകൾ എന്ന് പറയുന്നത് കീടങ്ങളുടെ അകത്ത് മുട്ടയിട്ട് അത് വിരിഞ്ഞപ്പോൾ ട്രൈക്കോഗ്രാമ നല്ലൊരു പരാതമാണ്. തണ്ടുവരപ്പൻ്റെ ഓലറ്റുടെയും മുട്ടയുടെ അകത്താണ് ഇവൻ മുട്ട നിക്ഷേപിക്കുന്നത്. തണ്ടുവരപ്പൻ്റെ ഓലറ്റുടെയും മുട്ട നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കും. ഇപ്പോൾ ബാക്ടീരിയ, നമ്മൾ സൂക്ഷ്മാണുക്കൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കീടനിയന്ത്രണത്തിനും രോഗങ്ങളുടെ നിയന്ത്രണത്തിനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ബാക്ടീരിയ ആണെങ്കിൽ രോഗനിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും ആൾക്കാർക്ക് സുപരിചിതമായൊരു ബാക്ടീരിയയാണ് സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് എന്ന് പറയും. ഈ സ്യൂഡോമോണാസ് നമ്മൾ വിത്ത് പരിചരണത്തിന് ഉപയോഗിക്കും. നടുന്നതിന് മുമ്പ്, ഇപ്പോൾ പച്ചക്കറി ആണെങ്കിലും പറിച്ച് നടുന്നതിന് മുമ്പ്, ഞാറ് പറിച്ച് നടുന്നതിന് മുമ്പ് വേര് നമ്മൾ സ്യൂഡോമോണാസ് ലൈനിൽ മുക്കാൻ ഉപയോഗിക്കും. പ്രതിരോധ നടപടിയായിട്ട് വരുന്നതിന് മുമ്പായിട്ട് ഒട്ടനവധി രോഗങ്ങൾക്കെതിരെ ഈ സ്യൂഡോമോണാസ് വളരെ ഫലപ്രദമായിട്ടുണ്ട്. ബാക്ടീരിയ രോഗങ്ങൾ, ബാക്ടീരിയ വാട്ടം, നെല്ലിലെ ബാക്ടീരിയ ഇല കരിച്ചിൽ, വാഴയിലെ മാണമഴുകൽ, എർവീനിയ റൂട്ട്, കുമിൾ ബാധകൾക്കൊക്കെ എതിരെ, ഫൈറ്റോഫ്തോറ ഒക്കെ എതിരെയായിട്ട് ഈ സ്യൂഡോമോണാസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സ്പ്രേ ആയിട്ട് ഉപയോഗിക്കും, താഴെ മണ്ണിൽ ഒഴിച്ചു കൊടുക്കാനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ട്രൈക്കോഡെർമ അതേസമയം കുമിളുകൾക്കെതിരെ വളരെ ഫലപ്രദമായിട്ട്, പ്രത്യേകിച്ച് ഫൈറ്റോഫ്തോറ പോലെയുള്ള കുമിളുകൾക്കെതിരെ, കുരുമുളകിൽ ദൃഢവാത്തത്തിനെതിരെയൊക്കെ ആയിട്ട് നമ്മൾ ഫലപ്രദമായിട്ട്, അത് സാധാരണ നമ്മൾ ചെയ്യുന്നത് ചാണകപ്പൊടിയിലോ കമ്പോസ്റ്റിലോ വളർത്തി അത് മണ്ണിൽ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് മണ്ണിലാണ് പ്രധാനമായിട്ടും. പക്ഷേ ഇലയിൽ തളിക്കുന്നതും രോഗങ്ങളെ ചെറുക്കാൻ നല്ലതാണെന്ന് നമ്മൾ പല പരീക്ഷണങ്ങളിലൂടെയും കണ്ടിട്ടുണ്ട്. ഇത് രോഗങ്ങൾക്കെതിരെ. കീടങ്ങൾക്കെതിരെയാണെങ്കിൽ നേരത്തെ ഞാൻ ബാസിലസ് തുരിഞ്ചിയൻസിസ്, BT എന്ന് പറഞ്ഞു,
ഈ BT എന്ന് പറയുന്നത് ശലഭങ്ങളുടെ പുഴുക്കൾക്കെതിരെ വളരെ ഫലപ്രദമായിട്ടുള്ളൊരു നിയന്ത്രണമാണ്. പലപ്പോഴും കർഷകർ പറയാറുള്ള ഒരു പ്രശ്നം ഇതിൻ്റെ ലഭ്യത കുറവാണ്. പക്ഷേ ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഇഷ്ടം പോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, വലിയ ചിലവില്ല. അടുക്കള തോട്ടങ്ങളിൽ മാത്രമല്ല, ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരാളുടെ വിളയിൽ കീടബാധ, പുഴുക്കളുടെ ബാധ ഉണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാവുന്ന, പരിസ്ഥിതിക്ക് ഏറ്റവും സുരക്ഷിതമായ ഒന്നാണ് BT. അത് ബാക്ടീരിയ. കുമിളുകളിലാണെങ്കിൽ നമുക്ക് ബിവേറിയ ഉണ്ട്, മെറ്റാറൈസിയം ഉണ്ട്, നമ്മൾ നേരത്തെ വെർട്ടിസീലിയം എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ലിക്കാനിസീലിയം ഉണ്ട്. ഇതെല്ലാം തന്നെ കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നതാണ്. ബിവേറിയ നമ്മൾ വെള്ളരി വർഗ്ഗങ്ങളിലെ കായ്ച്ചയ്ക്കെതിരെ, മാവിലെ കായ്ച്ചയ്ക്കെതിരെ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മെറ്റാറൈസിയം പ്രധാനമായിട്ട് ശുപാർശ ചെയ്യുന്നത് തെങ്ങിലെ കൊമ്പൻ ചെല്ലിക്കെതിരെ, ചാണകക്കുഴികളിൽ ഒഴിക്കാനായിട്ട്. വെർട്ടിസീലിയം അല്ലെങ്കിൽ ലിക്കാനിസീലിയം നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെയാണ്. ഇതുകൂടാതെ നിമാവിരകൾക്കെതിരെ പോലും നമുക്കിപ്പോൾ ഇത്തരം കുമിളുകൾ ലഭ്യമാണ്. പൊച്ചോണിയ, പീസിലോമൈസസ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഈ ബിവേറിയ, വെർട്ടിസീലിയം, മെറ്റാറൈസിയം ഒക്കെ, ബിവേറിയൻ വെർട്ടിസീലിയം ഒക്കെ പ്രധാനമായിട്ട് സ്പ്രേ ആണ്. മെറ്റാറൈസിയം ചാണകക്കുഴികളിൽ നമ്മൾ കലക്കി ഒഴിക്കുകയാണ്. അപ്പോൾ പൊച്ചോണിയയും പീസിലോമൈസസും ഒക്കെ നിമാവിര മണ്ണിലായതുകൊണ്ട് തന്നെ മണ്ണിലേക്ക് കൊടുക്കുന്നവയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുമിളുകളും ബാക്ടീരിയകളും കീടരോഗ പ്രതിരോധത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പറഞ്ഞ വാക്കൊന്നുകൂടി നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് കീടരോഗ പ്രതിരോധത്തിനാണ്. പലപ്പോഴും കർഷകർ ഇത് വന്നു കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കത് ഉദ്ദേശിച്ച പ്രയോജനം ചെയ്യില്ല. മിത്രകീടങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞ ഇരപിടിയന്മാരിൽ 8 കാലികളുണ്ട്, ലേഡി ബേർഡുകളുണ്ട്, റോ ബീറ്റിൽസ്, റോ വണ്ടുകൾ എന്ന് പറയുന്ന സാധനങ്ങൾ, ഇഷ്ടം പോലെ മിത്രകീടങ്ങൾ പ്രകൃതിയിൽ ഉണ്ട്. ഈ മിത്രകീടങ്ങളെ നശിക്കാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അനിയന്ത്രിതമായിട്ടുള്ള രാസകീടനാശിനി പ്രയോഗമാണ്. അതിനൊരു ചെറിയ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, പല കർഷകർക്കും, നെൽകർഷകർക്ക് ഒരു ചെറിയ പ്രവണതയുള്ളത് നട്ടോ വിതച്ചോ ആയത് 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു കീടനാശിനി പ്രയോഗം ചെയ്യുക എന്നുള്ളത്. അത് പലപ്പോഴും ലാംഡാസെഹാലോത്രിൻ പോലെയുള്ള പൈറത്രോയിഡ് വിഭാഗത്തിൽപ്പെട്ട കീടനാശിനിയാണ്. ഈ പൈറത്രോയിഡ് വിഭാഗത്തിൽപ്പെട്ട കീടനാശിനിയുടെ ഒരു പ്രത്യേകത, തളിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും കൊന്നൊടുക്കും. വീണാൽ അത് അപ്പം ചത്തു വീഴും. കർഷകനെ ചത്തു വീഴുന്നത് കാണുന്നത് കീടമാണോ മിത്രകീടമാണോ എന്ന് തിരിച്ചറിയാൻ പലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. ആദ്യത്തെ 2 ആഴ്ച നെല്ലിൽ സാധാരണ മിത്രകീടങ്ങളാണ് കൂടുതൽ, ശത്രുകീടങ്ങൾ താരതമ്യേന കുറവാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 ആഴ്ച തന്നെ ഉള്ള മിത്രകീടങ്ങളെ കൊന്നൊടുക്കി കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന കീടങ്ങളെ ചെറുക്കാനായിട്ട് പ്രകൃതിയുടെ മിത്രങ്ങളൊന്നും തന്നെ അവിടെ ഇല്ലാത്തൊരവസ്ഥ അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് നമുക്ക് ഭയങ്കര ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മിത്രകീടങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ആദ്യത്തെ ഘടകം. അത് കഴിയുന്നത്ര കീടനാശിനി പ്രയോഗം കുറയ്ക്കുക. രണ്ടാമത്തത്, നമുക്ക് ലാബുകളിൽ വളർത്തി, പ്രത്യേകിച്ച് പരാതങ്ങളാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. ട്രൈക്കോഗ്രാമയൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൃഷി വകുപ്പിൻ്റെയും കാർഷിക സർവകലാശാലയുടെയും കീഴിലുള്ള ലാബുകളിൽ വളർത്തി കാട് രൂപത്തിൽ, മുട്ടക്കാട് എന്നാണ് കർഷകർക്ക് സുപരിചിതമായിട്ടുള്ളത്. അത് NGOകൾ, കുട്ടനാട്ടിലൊക്കെ ചില NGOകൾ ചെയ്യുന്നുണ്ട്. പാലക്കാടൊക്കെ കർഷക ഗ്രൂപ്പുകൾ ചെയ്യുന്നുണ്ട്. മലപ്പുറം ജില്ലയിലും പഞ്ചായത്ത് തലത്തിൽ കർഷക ഗ്രൂപ്പുകൾ, മുട്ടക്കാടുകൾ, തണ്ടുതീർപ്പിനും ഓലയുരുട്ടിക്കും എതിരെ നമ്മൾ ലക്ഷക്കണക്കിന് ചെറിയ ചെറിയ കടന്നലുകളെയാണ് പുറത്തേക്ക് വിടുന്നത്. ഈ പുറത്തേക്ക് വിടുന്ന കടന്നലുകൾ പുഴുക്കളെ നശിപ്പിക്കുന്ന കടന്നലുകളുണ്ട്. പക്ഷെ നമ്മുടെ മുട്ടക്കാടുകൾ പേര് സൂചിപ്പിക്കുന്ന പോലെ കീടങ്ങളുടെ മുട്ടയാണ് നശിപ്പിക്കുന്നത്. അങ്ങനെ ഒട്ടനവധി ജൈവ നിയന്ത്രണ മാർഗങ്ങൾ നമുക്ക് സുപരിചിതമായിട്ടുള്ളതുണ്ട്. പക്ഷെ ഒരൊറ്റ കാര്യം ഇതിലെല്ലാം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഇതെല്ലാം തന്നെ കീടം പെറ്റുപെരുകി ഒരു അങ്ങേ അറ്റം എത്തിയിട്ട് ഉപയോഗിക്കാനുള്ളതല്ല, നേരത്തെ കൂട്ടി ചെയ്യാനുള്ളതാണ്. അങ്ങനത്തേക്ക് ഒരു കീടബാധയോ രോഗബാധയോ അധികരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇതൊന്നും നമുക്ക് പ്രയോഗിക്കാൻ പറ്റില്ല. ഒരു രാസകീടനാശിനിയിലേക്ക് പോകേണ്ടി വരും. ഇതെല്ലാം കൂടെ ചേർന്നതാണ് സംയോജിത കീട നിയന്ത്രണം. അത് കൃഷിയുടെ തുടക്കം തൊട്ട് തന്നെ നമ്മൾ ആലോചിച്ച്, ഇപ്പം നമ്മളൊരു ഒരു കൃഷിസ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ പോലും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു നെൽപ്പാടങ്ങളിൽ ഇപ്പോൾ വാഴയോ കപ്പയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് വെള്ളം നിന്നാൽ പോലും, ഇപ്പോൾ കവുങ്ങ് ചെയ്യുമ്പോൾ പോലും കുറച്ച് വെള്ളം നിന്നാൽ പോലും ആൾക്കാർ വിചാരിക്കുന്നത് മണ്ണിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്നത് ആണ് പ്രശ്നം. അങ്ങനെ ആവണമെന്നില്ല. മണ്ണിൻ്റെ താഴെ 1 അടിയോ 2 അടിയോ താഴെ വെള്ളം നിന്നാൽ പോലും മണ്ണ് സാച്ചുറേറ്റഡായി വെള്ളം മൊത്തം അങ്ങ് നിൽക്കുകയാണ് മഴക്കാലത്ത്. അങ്ങനെ നിൽക്കുമ്പോൾ വേര് മര്യാദയ്ക്ക്
വളരാതെ വരും. കവുങ്ങിലൊക്കെ മഞ്ഞളിപ്പ് രോഗം ബാധിക്കും. ഒരു ഘട്ടം കഴിയുമ്പോൾ 2-3 കൊല്ലം കഴിയുമ്പോഴത്തേക്കും മഞ്ഞളിപ്പ് രോഗം ബാധിക്കും. വാഴയിൽ മാണൊഴുകൽ ബാധിക്കും. കപ്പയിൽ ഇപ്പോൾ ഒരു 3-4 കൊല്ലമായിട്ട് തണ്ടിൻ്റെ കടഭാഗത്തോട് ചേർന്നൊരു ചീച്ചിൽ രോഗം ബാധിക്കുന്നുണ്ട്. അതൊരു രസം എന്താണെന്ന് പറഞ്ഞാൽ, കപ്പ കരപ്രദേശത്ത് നട്ടാൽ ഇത് കാണുന്നില്ല, പാടത്ത് നടുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു കൃഷിസ്ഥലം തിരഞ്ഞെടുക്കുന്നതിൽ പോലും ഈ പിന്നീട് ഉണ്ടാകുന്ന കീടരോഗബാധയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ സംയോജിത കീടനിയന്ത്രണം എന്ന് പറയുന്നത് ഇതെല്ലാം ചേർന്നതാണ്. പലപ്പോഴും ഈ കീടനാശിനികളുടെ അശാസ്ത്രീയമായ ഉപയോഗം കൊണ്ട് പലതരം ദോഷങ്ങൾ സംഭവിക്കാറുണ്ട്. അത് മണ്ണിൻ്റെയും പരിസ്ഥിതിയുടെയും ആരോഗ്യമായാലും മനുഷ്യൻ്റെ ആരോഗ്യത്തിലായാലും. അപ്പോൾ ഈ കീടനാശിനിയുടെ അശാസ്ത്രീയ ഉപയോഗം, ശാസ്ത്രീയ ഉപയോഗം, ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ശാസ്ത്രീയ ഉപയോഗവും അശാസ്ത്രീയ ഉപയോഗവും എന്നുകൊണ്ട് വിവക്ഷിക്കുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ളതാണ് കീടനാശിനി എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. 18ാമത്തെ അടവ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞതിനെ വീണ്ടും ആവർത്തിക്കുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കാൻ, കീടത്തിൻ്റെ എണ്ണം കൂടുന്ന ഘട്ടത്തിൽ മാത്രം, അല്ലാതെ കാണുമ്പോൾ തൊട്ട് ഉപയോഗിക്കുന്നതല്ല. കാണുമ്പോൾ തൊട്ട് ഉപയോഗിക്കുന്നത് അശാസ്ത്രീയവും നമ്മൾ കൃത്യമായിട്ട് കീടബാധ രൂക്ഷമാവുന്ന ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു അതിന് നമ്മൾ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് വിവക്ഷിക്കുകയാണെങ്കിൽ അതിന് എക്കണോമിക് ത്രഷോൾഡ് ലെവൽ ETL എന്നൊക്കെ പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് നഷ്ടമുണ്ടാക്കുന്ന, സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന പരിധിയിലേക്ക് കീടബാധ എത്താതെ നോക്കുന്ന ഒരു എണ്ണത്തെയാണ് ETL എന്ന് ഞാൻ എളുപ്പത്തിലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. അതിലേക്ക് എത്താതെ നോക്കാനാണ് നമ്മൾ ഈ ആദ്യമേ നോക്കുക. അതിലേക്ക് എത്തുന്ന ഘട്ടം എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രാസകീടനാശിനി, അത് ആദ്യത്തെ പടിയാണ്. രണ്ടാമത്തേത്, ശരി, കീടബാധ അവിടെ നഷ്ടമുണ്ടാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു, ഒരു കീടനാശിനി ഉപയോഗിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഘട്ടം എന്ന് തീരുമാനിക്കേണ്ട എന്ത് തരത്തിലുള്ള കീടനാശിനി നമ്മൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോഴത്തെ അവസ്ഥയിൽ ഒട്ടനവധി തരം കീടനാശിനി. ഞാൻ ആദ്യം നേരത്തെ ചോദ്യത്തിന് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പൈറത്രോയിഡ് വിഭാഗത്തിൽപ്പെട്ട കീടനാശിനി തളിച്ചു കഴിഞ്ഞാൽ മിത്രകീടങ്ങളെ മുഴുവൻ ചത്തു. അതേസമയം ഇപ്പോഴത്തെ പല കീടനാശിനികളും കൃത്യമായിട്ട് ലക്ഷ്യം വയ്ക്കുന്ന കീടത്തെ മാത്രം കൊല്ലുന്നതാണ്. അപ്പോൾ പുഴുക്കളെ മാത്രം കൊല്ലുന്ന കീടനാശിനികളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്ലൂബെൻഡയാമൈഡ്, ക്ലോറാൻട്രാനിലിപ്രോൾ, അതിൻ്റെ തന്നെ പുതുതലമുറ ടെട്രാനിലിപ്രോൾ, സയൻട്രാനിലിപ്രോൾ ഒക്കെ തന്നെ പുഴുക്കളെ മാത്രം നശിപ്പിക്കുന്നതാണ്. വേറെ ഒരു കീടത്തെയും അത് ബാധിക്കില്ല. ഇമാമെക്റ്റിൻ, ബെൻസോയേറ്റ്, സ്പൈനോസൈഡ് ഒക്കെ ആ വിഭാഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് മിത്രകീടങ്ങൾക്ക് പരമാവധി സുരക്ഷിതമായിട്ടുള്ള കീടനാശിനികൾ തിരഞ്ഞെടുക്കാം. ഇവിടെയും ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഒരു ചെറിയ വെല്ലുവിളി കർഷകൻ നേരിടുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏത് കീടനാശിനി, പണ്ടത്തെ ഒരു കീടനാശിനി മോണോക്രോട്ടോഫോസ്, ഫോസ്ഫാമിഡോൺ എന്നൊക്കെ പറഞ്ഞ പഴയ കീടനാശിനികളുടെ ഒരു മെച്ചം എന്തായിരുന്നു എന്ന് വെച്ചാൽ, എന്ത് കീടബാധയാണ് എന്ന് തോന്നിയാൽ അതിലേതെങ്കിലും ഒന്ന് തളിച്ചാൽ എല്ലാ കീടത്തെയും കൊല്ലുമായിരുന്നു. ഇപ്പോഴത്തെ കീടനാശിനികൾ അങ്ങനെയല്ല. എന്താണ് പ്രശ്നം ചെടിക്ക്, അത് കീടമാണോ രോഗമാണോ? കീടമാണെങ്കിൽ തന്നെ അത് പുഴു കൊണ്ടാണോ, നീരൂറ്റി കുടിക്കുന്നത് കൊണ്ടാണോ, ഇലപ്പേന് കൊണ്ടാണോ എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയണം. കാരണം പുഴുക്കളാണെങ്കിൽ പുഴുക്കൾക്കുള്ള കീടനാശിനി എടുക്കണം, നീരൂറ്റി കുടിക്കുന്നതാണെങ്കിൽ നീരൂറ്റി കുടിക്കുന്നവയെ ചെറുക്കാൻ കഴിയുന്ന കീടനാശിനി തിരഞ്ഞെടുക്കണം. ഇല്ലെങ്കിൽ ഈ പ്രയോഗിക്കുന്ന കീടനാശിനി തെറ്റിപ്പോവും. അപ്പോൾ ശാസ്ത്രീയ കീടനാശിനി പ്രയോഗത്തിൻ്റെ അടുത്ത ഘട്ടമാണ് ഏത് കീടമാണ് ഈ നഷ്ടമുണ്ടാക്കുന്നതെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുകയും അതിന് ഏറ്റവും ഫലപ്രദമായ എന്നാൽ മറ്റ് ജീവജാലങ്ങൾക്ക് ദോഷകരമല്ലാത്ത കീടനാശിനി തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നുള്ളത് മൂന്നാമത്തെ ഘട്ടം. നാലാമത്തത്, കൃത്യമായിട്ടുള്ള ശുപാർശ പ്രകാരമുള്ള ഒരു അളവ് ഉപയോഗിക്കുകയും അത് കൃത്യമായിട്ട് തളിക്കുകയും ചെയ്യുക. കൃത്യമായിട്ട് തളിക്കുക എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യൻ തളിക്കുന്ന ആൾ വേണ്ട സുരക്ഷിത മാർഗങ്ങൾ ചെയ്യേണ്ടതാണ്. നമ്മൾ ദേഹം മൊത്തം മൂടി ദേഹത്ത് വീഴാതെയും, തൊട്ടടുത്ത പാടത്തൊക്കെ തളിക്കുമ്പോൾ വെള്ളത്തിലോ തൊട്ടടുത്ത കനാലുകളിലോ തോടുകളിലോ മറ്റും വീഴാതെയും ഒക്കെ നോക്കി. ഇപ്പോൾ തളിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ഉദാഹരണം പറയാൻ, പല ഘട്ടങ്ങളിലും കർഷകർ കൂടിയ അളവിൽ തളിക്കുന്നതും കുറഞ്ഞ അളവിൽ തളിക്കുന്നതും കാണാറുണ്ട്. അതായത് പ്രത്യേകിച്ച് പച്ചക്കറി കർഷകരുടെയൊക്കെ ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ കുളിപ്പിച്ചടിക്കുക എന്ന് പറയുന്ന ഒരു പ്രവണതയുണ്ട്. അതായത് തളിച്ചു കഴിഞ്ഞാൽ ഇലയിൽ നിന്ന് ഒഴുകി താഴത്തേക്ക് കീടനാശിനി വീഴുന്ന ഘട്ടം വരെ
അത് തീർത്തും തെറ്റായ ഒരു അശാസ്ത്രീയമായ രീതിയാണ്. ഇലയിൽ ഒരേപോലെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ധാരാളം മതി. അതേസമയം അത് ഓവർ ഡോസിങ് ആണ്. അതേസമയം കുട്ടനാട്ടിലൊക്കെ കൂലിച്ചെലവ്, തളിക്കാനുള്ള കൂലിച്ചെലവ് കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണ ഒരു ഏക്കറിൽ നമ്മൾ ഒരു 100 തൊട്ട് 200 ലിറ്റർ ചെടിയുടെ ഘട്ടം അനുസരിച്ച് പറയുമ്പോൾ അവിടെ പലപ്പോഴും 60-70 ലിറ്ററേ ചെല്ലുന്നുള്ളൂ. 60-70 ലിറ്റർ ചെല്ലുമ്പോൾ ആവശ്യത്തിന് കീടനാശിനി എത്താതെ വരുന്നു. അതും ശാസ്ത്രീയമായ കീടം ചാവാതെ വരും. വീണ്ടും ഒരു കീടനാശിനി പ്രയോഗത്തിലേക്ക് പോകേണ്ടി വരുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ള അളവ് ഉപയോഗിക്കുക എന്നുള്ളത്, അത് വെള്ളത്തിൻ്റെയും കീടനാശിനിയുടെയും അളവ്, പിന്നെ കൃത്യമായിട്ടുള്ള സമയത്ത് ഉപയോഗിക്കുക എന്നുള്ളതും വലിയൊരു ഘടകമാണ്. അതിപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ദിവസത്തെ സമയമല്ല. സാധാരണ നമ്മൾ രാവിലെ തളിക്കാൻ, നെൽകൃഷിപ്പാടങ്ങളിലൊക്കെ ആണെങ്കിൽ രാവിലെ തളിക്കാൻ പറയും. പക്ഷെ നമ്മൾ പച്ചക്കറിയിലൊക്കെ രാവിലെ ഇപ്പോൾ ചിലത് കീടനാശിനികളൊക്കെ തേനീച്ചയ്ക്കൊക്കെ ദോഷകരമാണ്. അപ്പോൾ നമ്മൾ അതിരാവിലെ തളിക്കുന്നത് തേനീച്ചയുടെ കുറച്ച് ദോഷകരമായിട്ട് ബാധിക്കുക. അപ്പോൾ അതൊന്ന് സമയം മാറ്റിപ്പിടിക്കുക. അത് മാത്രമല്ല, ഈ ചിലപ്പോൾ ചില കീടനാശിനികൾ തളിക്കുമ്പോൾ ഇപ്പോൾ മുട്ട ദശയിലോ അല്ലെങ്കിൽ പ്യൂപ്പൽ സ്റ്റേജ്, നമ്മൾ സമാധി ദശ എന്നൊക്കെ പറയുന്ന ആ ദശയിലുള്ള കീടങ്ങളെ ഒന്നും ഭൂരിഭാഗം കീടനാശിനികളും ഏക്കില്ല. അപ്പോൾ നമ്മൾ തളിക്കുന്ന ഘട്ടത്തിൽ കീടം പുഴുവായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ശലഭമായിട്ടിരിക്കുന്ന ഘട്ടം നോക്കി തളിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ കീടനാശിനി പ്രയോജനപ്പെടാതെ പോകും. അപ്പോൾ ഒരു കീടനാശിനി പ്രയോഗം ശാസ്ത്രീയമായിട്ട് ചെയ്യുക എന്നുള്ളത്, ഒന്ന്, കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതുകൊണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു വശം. രണ്ടാമത്തേത് പരിസ്ഥിതിക്കുള്ള ദൂഷ്യം പരമാവധി കുറയ്ക്കുക. അപ്പോൾ ശാസ്ത്രീയമായിട്ട് എന്തുപയോഗിക്കേണ്ടതും, രാസകീടനാശിനികളോ രാസകുമിൾനാശിനികളോ ഉപയോഗിക്കുമ്പോൾ അത് ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് ഉപയോഗിക്കുന്ന കർഷകനും ആ തളിക്കുന്ന വിള ഭക്ഷിക്കുന്ന ഉപഭോക്താക്കൾക്കും പരിസ്ഥിതിക്കും ഒരുപോലെ സുപ്രധാനമാണ്. ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ പുതുതലമുറ കീടനാശിനി എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്തല്ലോ. അപ്പം പഴയ തലമുറ, അതായത് ഓൾഡ് ജനറേഷൻ പെസ്റ്റിസൈഡ്, ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ് എന്ന് പലപ്പോഴും ഈ തരംതിരിവ് കേട്ടിട്ടുണ്ട്. അപ്പം അതെന്താണെന്നൊന്ന് പറയാമോ സാർ? അതിൽ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ആ വാക്ക് ഇപ്പോൾ കുറച്ചുകൂടി ഒബ്സലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. നമ്മുടെ ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചിരുന്നു, കീടനാശിനികളുടെ ചരിത്രം ആരംഭിക്കുന്ന ഏതാണ്ട് ഒരു 75 കൊല്ലം മുമ്പാണെന്നുള്ളത്. ചരിത്രം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രാസകീടനാശിനികളുടെ കേട്ടോ, കൃഷി തുടങ്ങിയപ്പോൾ തൊട്ട് കീടനാശിനികൾ, ജൈവ കീടനാശിനികളൊക്കെ കർഷകർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ രാസകീടനാശിനികളുടെ ചരിത്രം ആരംഭിക്കുന്നത് 1939. 1939 DDT നേരത്തെ കണ്ടുപിടിക്കപ്പെട്ടതായിരുന്നെങ്കിൽ പോലും അതിൻ്റെ കീടങ്ങളെ കൊല്ലാനുള്ള കഴിവ് ജർമ്മനിയിലെ പോൾ മുള്ളർ കണ്ടുപിടിക്കുന്നത് 1939. അന്നത് പ്രധാനമായിട്ടും കൃഷിയിലല്ല ഉപയോഗിച്ചത്. 39 കാലഘട്ടം എന്ന് പറയുന്നത് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടമാണ്. അപ്പം അന്നേരം ഈ ചെള്ളുപനി എന്ന് പറയുന്ന ടൈഫസ് ഫീവർ, ട്രെഞ്ച് ഫീവർ എന്നൊക്കെ പറയുന്ന രോഗങ്ങൾ പട്ടാളക്കാരുടെ ഇടയിൽ വളരെ വ്യാപകമായിരുന്നു. ഒട്ടേറെ പട്ടാളക്കാർ മരിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ഒരു ടാൽക്കം പൗഡർ ദേഹത്ത് ഇടുന്ന പോലെ DDT പൊടി പട്ടാളക്കാരുടെ ദേഹത്ത് ഇടുന്ന ഒരു രീതി പട്ടാളക്കാരെ ഈ ചെള്ളുപനിയിൽ നിന്ന് രക്ഷിക്കാനായിട്ട്, ഒരു ചെള്ള് പരത്തുന്ന പനിയാണത്, രക്ഷിക്കാനായിട്ട് ചേരുന്നു. ഇപ്പോഴും നിങ്ങൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു പട്ടാളക്കാരൻ്റെ യൂണിഫോം ഇങ്ങനെ പിടിച്ച് അതിൻ്റെ അകത്തേക്ക് DDT പൊടി ഇടുന്ന ചിത്രങ്ങളൊക്കെ കാണാം. അത് പിന്നീട് 40കളായപ്പോഴത്തേക്കും കൃഷിയിടങ്ങളിൽ കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കാമെന്നൊക്കെ കണ്ടു. അപ്പം ഈ ചരിത്രം ആരംഭിക്കുന്നത് 39ലാണ്. അത് 40കളിലേക്ക് വരുമ്പോൾ DDT വിഭാഗത്തിൽ, ഞങ്ങൾ ഓർഗാനോ ക്ലോറിൻ വിഭാഗം എന്ന് പറയും, ആ വിഭാഗത്തിൽപ്പെട്ട BHC, നമ്മൾ ലിൻഡെയിൻ, HCH എന്നൊക്കെ പറയുന്നത്, പിന്നെ ക്ലോർഡെയിൻ, ഹെപ്റ്റാക്ലോർ, ആൽഡ്രിൻ, ഡയൽഡ്രിൻ, എൻഡ്രിൻ എന്നൊക്കെ പറയുന്ന മേ ബി ഒരു 60-70 വയസ്സ് പ്രായമുള്ളവർക്ക് വളരെ സുപരിചിതമായൊരു കീടനാശിനി. അങ്ങനെ വരുന്ന ഓർഗാനോ ക്ലോറിൻ വിഭാഗം 40കളിൽ ഒത്തിനവധി കൃഷിയിടങ്ങളിലേക്ക് വന്നു. 40കൾ പിന്നെ 50കളിലാണ് പ്രധാനമായിട്ട് ഒരു രണ്ടാമത്തെ വിഭാഗം വന്നു. 40കളിൽ തന്നെ അത് കണ്ടുപിടിക്കപ്പെട്ടിരുന്നു. കൃഷിയിലേക്ക് പ്രധാനമായും 50കളിലേക്ക് വന്നത് ഓർഗാനോ ഫോസ്ഫറസ് വിഭാഗമാണ്. ഈ ഓർഗാനോ ഫോസ്ഫറസ് വിഭാഗം, ഈ ഓർഗാനോ ക്ലോറിൻ വിഭാഗത്തിൻ്റെ പ്രധാന ദൂഷ്യഫലം വിഷാംശം മനുഷ്യർക്ക് അത്ര കൂടുതൽ എന്നുള്ളതിനേക്കാൾ അത് പ്രകൃതിയിലെ പലതിനും ദൂഷ്യഫലം, പ്രത്യേകിച്ച് അത് ഈ ബയോ മാഗ്നിഫിക്കേഷൻ എന്നൊക്കെ പറയുന്ന പ്രക്രിയ, അതായത് നമ്മുടെ കൊഴുപ്പിൽ അടിഞ്ഞുകൂടി ഓരോ ഫുഡ് ചെയിൻ്റെ ഓരോ ഘട്ടത്തിലും അത് വലുതായി വരുന്ന പ്രശ്നങ്ങളായിരുന്നു അതിന് കൂടുതൽ.
50കളായപ്പോഴത്തേക്കും ഈ കൂടുതൽ കാലം നിലനിൽക്കും ഓർഗനോക്ലോറിനൊക്കെ DDT ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 5, 6, 7 വർഷം അത് പ്രകൃതിയിൽ തങ്ങി നിൽക്കുമായിരുന്നു. രണ്ടാമത്തെ വിഭാഗം ഓർഗനോ ഫോസ്ഫറസിൻ്റെ ഒരു മെച്ചം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിഘടിച്ചു പോകും. പക്ഷേ അത് ഭയങ്കരമായ വിഷവീര്യമുള്ള കീടനാശിനികളായിരുന്നു ഓർഗനോ ഫോസ്ഫറസ്. മനുഷ്യർക്കും അതെ, കീടങ്ങൾക്കും അതെ. അത് പഴയ കാലത്തൊക്കെ ഫൊറേറ്റ് എന്ന് പറയുന്നത് മോണോക്രോട്ടോഫോസ്, ഫോസ്ഫാമിഡോൺ, ഇപ്പോഴും ഉപയോഗിക്കുന്ന ക്വിനാൽ ഫോസ്, എക്കാലക്സ് എന്നൊക്കെ പറയുന്ന ഇതിൽ കിട്ടുന്നത് മാലത്തിയോൺ, ഡൈമെത്തോവേറ്റ്, ഇതൊക്കെ ഓർഗനോ ഫോസ്ഫറസ് വിഭാഗത്തിൽപ്പെട്ട കീടനാശിനി. അപ്പോൾ 50കളിൽ ഓർഗനോ ഫോസ്ഫറസ് വിഭാഗം വന്നു. ആ സമയത്ത് തന്നെയാണ് കാർബമേറ്റ് വിഭാഗം, അതൊരു ചെറിയ വിഭാഗമാണ്. സെവിൻ എന്നൊക്കെ പറഞ്ഞ, കാർബാറിൽ എന്നൊക്കെ പറഞ്ഞ ഒരു പഴയ കീടനാശിനി. ഇപ്പോൾ കൂടുതലായി ഫ്യൂരിഡാൻ എന്നൊക്കെ പറഞ്ഞ കർഷകരുടെ ഇടയിൽ സുപരിചിതമായിട്ടുള്ള കാർബമേറ്റ് വിഭാഗം. കാർബോസൾഫാനാണ് ഇപ്പോൾ അതിൽ മാർക്കറ്റിൽ കുറച്ചെങ്കിലും ഉള്ളത്. അങ്ങനെ ഒരു 2-3 കുറച്ച് കീടനാശിനികളാണ് ഈ കാർബമേറ്റ് വിഭാഗം. ഈ 3 ഓർഗനോ ക്ലോറിൻ, ഓർഗനോ ഫോസ്ഫറസ്, കാർബമേറ്റ് വിഭാഗം ഏതാണ്ട് 60കൾ വരെ കൃഷിയിടങ്ങളിലൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നു. 70കളിൽ സിന്തറ്റിക് പൈറത്രോയിഡ് എന്ന് പറയുന്ന ഒരു വിഭാഗം, 4ാമത്തെ ഒരു വിഭാഗം കൃഷിയിടങ്ങളിലേക്ക് വന്നു. ഡെൽറ്റാമെത്രിൻ, സൈപ്പർമെത്രിൻ, ഫെൻവാലറേറ്റ്, ലാംഡ സെഹാലോത്രിൻ, ഒട്ടനവധി കീടനാശിനികൾ ഈ സിന്തറ്റിക് പൈറത്രോയിഡ് വിഭാഗത്തിൽ വന്നിരുന്നു. ഇതിലെല്ലാം തന്നെ ഇപ്പോഴും മനുഷ്യർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗുഡ് നൈറ്റോ, ഓൾ ഔട്ടോ പോലെയുള്ള കൊതുകുനാശിനികളിലെല്ലാം തന്നെ ഈ സിന്തറ്റിക് പൈറത്രോയിഡ്, ഹിറ്റ്, സ്പ്രേ ഒക്കെ ഈ സിന്തറ്റിക് പൈറത്രോയിഡ് വിഭാഗത്തിൽപ്പെട്ടതാണ്. അത് ഇപ്പോഴും പഴയ 70കൾ കണ്ടുപിടിക്കപ്പെട്ടതാണെങ്കിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നതിന് കാരണം മനുഷ്യർക്ക് തീർത്തും ഹാനികരമല്ലാത്ത ഒരു, ഇപ്പോൾ ഒക്കെ പറയുകയാണെന്ന് കൊതുകിനെതിരെ, കൊതുക് പോയിട്ട് തലയിലെ പേനിനെതിരെ ഉപയോഗിക്കുന്ന ചില ഷാമ്പുകളിലും ഈ പൈറത്രോയിഡ് ഉണ്ട്, മനുഷ്യൻ്റെ തലയിൽ ഉപയോഗിക്കുന്നുണ്ട്. അത്ര മനുഷ്യർക്ക് ഇപ്പോൾ കൊതുക് വലയിൽ നമ്മൾ ഇത്തരം ഡിപ്പ് ചെയ്തിട്ടുള്ള പൈറത്രോയിഡ് ഡിപ്പ് ചെയ്തിട്ടുള്ള കൊതുക് വലകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ മനുഷ്യർക്ക് ഹാനികരമല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഓർഗനോ ക്ലോറിൻ, ഓർഗനോ ഫോസ്ഫറസ്, കാർബമേറ്റ്, സിന്തറ്റിക് പൈറത്രോയിഡ് വിഭാഗത്തിൽപ്പെട്ടതാണ് 70കളായപ്പോഴത്തേക്കും കൃഷിയിടങ്ങൾ. 80കളും 90കളുടെ ആദ്യ പകുതിയും വരെ ഇതേ കീടനാശിനി 4 വിഭാഗത്തിൽപ്പെട്ട കീടനാശിനികളാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 90കളായപ്പോഴത്തേക്കും, പ്രത്യേകിച്ച് 90കളുടെ ആദ്യ പകുതി കണ്ടുപിടിക്കപ്പെട്ടെങ്കിലും അവസാന പകുതി തൊട്ട് പുതിയൊരു വിഭാഗം വിപണിയിലേക്ക് വന്നു. അത് നിയോനിക്കോട്ടിനോയിഡ് എന്ന് പറയുന്ന വിഭാഗമായിരുന്നു. അത് ഈ പഴയ തലമുറയായിട്ടുള്ള വ്യത്യാസം എന്തായിരുന്നു പറഞ്ഞാൽ, പഴയ തലമുറ ഈ 4 വിഭാഗത്തിൽപ്പെട്ടതിനെല്ലാം ഞങ്ങൾ ബ്രോഡ് സ്പെക്ട്രം എന്ന് വിളിക്കും. കണ്ണിച്ചോരയില്ലാത്ത കൂട്ടരെന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. കാരണം തളിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാത്തിനെയും കൊല്ലും. നിയോനിക്കോട്ടിനോയിഡ് വന്നപ്പോൾ അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്, ഈ നിയോനിക്കോട്ടിനോയിഡിൻ്റെ പ്രത്യേകത നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ മാത്രമേ കൊല്ലൂ, വേറെ ഒന്നിനെയും ബാധിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു തരം കീടനാശിനികൾ വന്നപ്പോഴാണ് നമ്മൾ അതിനെ ഒരു പുതുതലമുറ കീടനാശിനി, അത് നേരത്തെ കീടങ്ങളെ കൊല്ലുന്ന മറ്റ് 4 വിഭാഗം കൊല്ലുന്ന രീതിയിലല്ല, പുതിയൊരു തരം പ്രവർത്തന രീതിയാണ് അതിനുണ്ടായിരുന്നത്. ഉപയോഗിക്കേണ്ട അളവ് വളരെ കുറവായിരുന്നു. സാധാരണ നമ്മളൊക്കെ അന്നത്തെ കാലത്തൊക്കെ ഒരു കീടനാശിനി ശുപാർശ ചെയ്യുമ്പോൾ 2 മില്ലി അല്ലെങ്കിൽ 3 ഗ്രാം, ഇപ്പോൾ സെവിനൊക്കെ അന്നത്തെ ഏറ്റവും കൂടുതൽ കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കർഷകർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കീടനാശിനിയായിരുന്നു. അതൊക്കെ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നിന്നാണ് ഉപയോഗിച്ചിട്ടുണ്ട്. അതേസമയം ഈ നിയോനിക്കോട്ടിനോയിഡ് വിഭാഗത്തിൽപ്പെട്ട പലതും ശുപാർശ ചെയ്യുന്നത് 2 ഗ്രാം അല്ലെങ്കിൽ 3 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോതിലാണ്. അതായത് രാസവസ്തു ഉപയോഗിക്കുന്നത് 10-1 ആയിട്ട് കുറയും. അപ്പോൾ ഈ 90കൾ തൊട്ട് പുതിയ വിഭാഗത്തിൽപ്പെട്ട കീടനാശിനികൾ മാർക്കറ്റിലേക്ക് വരാൻ തുടങ്ങി. താരതമ്യേന മറ്റ് ജീവജാലങ്ങൾക്ക്, താരതമ്യേന എന്ന് ഞാൻ പറയുള്ളൂ, കാരണം ഇപ്പോൾ നിയോനിക്കോട്ടിനോയിഡൊക്കെ തന്നെ പല രാജ്യങ്ങളിലും തേനീച്ചകൾക്കെതിരെ ദോഷകരമാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ താരതമ്യേന സുരക്ഷിതമാണ് എന്ന്, അളവ് വളരെ കുറവാണ്. പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കീടനാശിനികളിലും വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുന്ന ആയതുകൊണ്ട് തന്നെ കൂടുതൽ കീടങ്ങൾക്കെതിരെ ഫലപ്രദമായിട്ടും ഒക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ പഴയതിൽ നിന്ന് പുതിയതിലേക്ക്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 30 കൊല്ലത്തോളമായി, 3 ദശകമായിട്ട് നമ്മൾ പുതുതലമുറ എന്ന് പറയും. ഇതിൻ്റെയൊക്കെ ഒട്ടനവധി മാറ്റങ്ങൾ ഇപ്പോൾ നമ്മൾ കീടനാശിനി മാർക്കറ്റിൽ കാണുന്നുണ്ട്. സർ, ഈ പുതുതലമുറ കീടനാശിനിയിലോട്ട് മാറുന്നത് വഴി കർഷകർക്കും ഈ പരിസ്ഥിതിക്കും എന്തൊക്കെയാണ് നേട്ടങ്ങളുള്ളത്? ഒന്നതിൽ പ്രധാനമായിട്ട് പരിസ്ഥിതിക്ക് നേട്ടം എന്നുള്ളതിന് ഒരു റിലേറ്റീവായിട്ടേ നമുക്ക് പറയാൻ പറ്റും. ഏത് രാസവസ്തുവും വിഷമാണ് എന്നുള്ളൊരു
ബോധ്യം നമുക്കെല്ലാവർക്കും വേണ്ടതാണ്. ഒന്ന് നല്ലത്, ഒരു രാസവസ്തു നല്ലത്, താരതമ്യേന നല്ലത് എന്നേ പറയൂ, മുമ്പിലത്തേതിനേക്കാൾ നല്ലത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒന്ന് മിത്രകീടങ്ങൾക്ക് താരതമ്യേന ഇപ്പോൾ ന്യൂനിക്കോഡിനോട് തേനീച്ചകൾക്ക് വളരെ ദൂഷ്യം ഉണ്ടാക്കുന്നു എന്ന് പറയുമെങ്കിൽ പോലും മറ്റ് പല ജീവജാലങ്ങൾക്ക് അത്ര കണ്ട് ദൂഷ്യകരമല്ല. അത് ഇപ്പോഴത്തെ പല പുതിയ തലമുറ കീടനാശിനികളും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു കീടത്തെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നതാണ്. അപ്പോൾ സ്പെസിഫിക് എന്ന് ഞങ്ങൾ പറയും, അങ്ങനത്തെയാണ്. മറ്റേതെല്ലാം ബ്രോഡ് സ്പെക്ട്രമാണ് എല്ലാത്തിനും. അപ്പോൾ അത് തന്നെയാണ് പ്രധാന. രണ്ടാമത്തേതെന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഭൂരിഭാഗം പുതുതലമുറ കീടനാശിനികൾ ഉപയോഗിക്കേണ്ട അളവ് വളരെ കുറവാണ്. ഞാൻ കഴിഞ്ഞ ഒരു ചോദ്യത്തിന് ഉദാഹരണം പറഞ്ഞു. ഒരു കീടനാശിനിയുടെ അളവ് കുറയുന്നു എന്നുള്ളത് പ്രകൃതിയിലേക്ക് എത്തുന്ന, പരിസ്ഥിതിയിലേക്ക് എത്തുന്ന രാസവസ്തുവിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, നമ്മൾ അത് ഗുണവും ദോഷവുമാവാം. കർഷകനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് കർഷകൻ പറയുക, എനിക്ക് എല്ലാത്തരം കീടത്തെയും കൊല്ലുന്ന ഒരു കീടനാശിനി ആണ് വേണ്ടത് എന്ന് പറയുമെങ്കിൽ പോലും പാരിസ്ഥിതിക വശത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരൊറ്റ ലക്ഷ്യം വയ്ക്കുന്ന സാധനത്തെ മാത്രം കൊല്ലുന്നതാണ് എപ്പോഴും നമ്മളെ കൊണ്ട് നല്ലത്. അപ്പം നിരൂറ്റി കുടിക്കുന്ന കീടത്തിൻ്റെ ശല്യമാണ് എങ്കിൽ അതിനെ മാത്രം കൊല്ലുന്ന ഒരു കീടനാശിനി തിരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ കീടനാശിനികൾ ഭൂരിഭാഗവും അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം കൊല്ലുന്നതാണ്. അപ്പോൾ മറ്റ് ജീവജാലങ്ങൾ സംരക്ഷിക്കപ്പെടുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പലപ്പോഴും പുതുതലമുറ കീടനാശിനികൾ. ബയോമാഗ്നിഫിക്കേഷൻ ഇതിൽ വരുമോ? ബയോമാഗ്നിഫിക്കേഷൻ പഴയ ഓർഗാനോക്ലോറിൻ വിഭാഗത്തിൽപ്പെട്ട കീടനാശിനികൾക്കാണ് DDT, BHC ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു കീടനാശിനി വിപണിയിലേക്ക് എത്തണമെങ്കിൽ ഒത്തിരി റെഗുലേറ്ററി ഹേർഡിൽസ് ഉണ്ട്. സർക്കാരിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും കടന്നു. അപ്പോൾ പഴയ പോലെ ബയോമാഗ്നിഫിക്കേഷനുള്ള ഒരു സാധനം ഇപ്പോൾ വിപണിയിലേക്ക് എത്തില്ല. അന്നത്തെ കാലത്തിൻ്റെ ആവശ്യകതയായിരുന്നു ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെട്ട ഒരു രാസവസ്തുവാണ്. അന്ന് പുതുതായിട്ടൊരു സാധനം വരുമ്പോൾ അതിന് വേണ്ട ചട്ടങ്ങളോ അതിൽ എങ്ങനെ അതിനെ പരീക്ഷിക്കപ്പെടണമെന്നോ ഒന്നൊന്നും അന്ന് ലോകത്തുണ്ടായിരുന്നില്ല. പിന്നീട് അതൊക്കെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പിന്നീട് അതിലേക്കൊക്കെ വന്നപ്പോൾ ഇത്തരം കീടനാശിനികൾ, പെട്ടെന്ന് വിഘടിച്ചു പോകുന്ന കീടനാശിനികളാണ് ഇപ്പോൾ പലപ്പോഴും വിപണിയിലേക്ക് എത്തുന്നത്. ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന കീടനാശിനികൾ ഇപ്പോൾ വിപണിയിലേക്ക് എത്തുന്നില്ല. അതിപ്പോൾ ഒരു 70കൾക്ക് ശേഷം ഭൂരിഭാഗം കീടനാശിനികൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ പേഴ്സിസ്റ്റൻസ് എന്ന് പറയും. ആ പേഴ്സിസ്റ്റൻസ് കൂടിയ കീടനാശിനികൾ ഇപ്പോൾ സാധാരണ രീതിയിൽ വിപണിയിലേക്ക് എത്താറില്ല. ഈ റെസിസ്റ്റൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ കീടങ്ങളുടെ? റെസിസ്റ്റൻസ് പെസ്റ്റിസൈഡ്, അതായത് ഏത് കീടം, നമ്മളൊരു ഇന്നാൾ കൂടി ഞാനൊരു ലേഖനം വായിച്ചതിൽ വിസ്ഫോടനം, അത് ഇപ്പോഴത്തെ ഡൽഹിയിലും മറ്റും ഉണ്ടായ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് ഒരു ന്യൂക്ലിയർ ഹോളോകോസ്റ്റ് ഉണ്ടായാൽ പോലും പ്രകൃതിയിൽ നിലനിൽക്കുന്നത് ഒരു പാറ്റയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊക്കെ പഠിപ്പിക്കുന്നതാണ്. കാരണം കീടങ്ങൾ ഒരു 350 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ലോകത്ത് വന്നതാണ്. നമ്മളെക്കാൾ എത്രയോ മില്യൺ വർഷം കൂടുതൽ ഓണമുണ്ടതാണ് ഈ കീടങ്ങൾ. അപ്പോൾ ഈ കീടങ്ങൾക്ക് എങ്ങനെ സർവൈവ് ചെയ്യണം എന്നുള്ളത് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് അവരുടെ ജനിതക ഘടനയിലുണ്ട്. നമ്മൾ എത്ര കീടനാശിനി കണ്ടുപിടിച്ചാലും, പുതിയ കീടനാശിനി കണ്ടുപിടിച്ചാലും, DDT കണ്ടുപിടിക്കപ്പെട്ട കാലത്ത് മനുഷ്യരുടെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു, ഇതോടുകൂടി കീടങ്ങളെ മുഴുവൻ ഞങ്ങൾ കൊന്നൊടുക്കുമെന്ന് മനുഷ്യൻ തെറ്റിദ്ധരിച്ചിരുന്നു. സാധിച്ചിട്ടില്ല. ഏതാണ്ട് 75 വർഷം കഴിഞ്ഞിട്ട് പോലും മനുഷ്യരെ കൊണ്ട് അത് സാധിച്ചിട്ടില്ല. ഇനി സാധിക്കുകയുണ്ട്. അപ്പം കീടങ്ങൾ, നമ്മളൊരു കീടനാശിനി ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ മറികടക്കാനുള്ള മാർഗങ്ങൾ സ്വയം അത് വികസിപ്പിച്ചെടുക്കും. അത് മറികടക്കുമ്പോഴാണ് കീടനാശിനിയോടുള്ള പ്രതിരോധം ആർജിക്കുക, ഇൻസെക്ടിസൈഡ് റെസിസ്റ്റൻസ് എന്ന് പല മാർഗങ്ങളിലൂടെ ജനിതക മാറ്റങ്ങൾ വരെ വരുത്തി കീടങ്ങൾ. അതിനുള്ള കഴിവുണ്ട്. ഒരു കീടനാശിനിക്കെതിരെ സ്വന്തം ജനിതക ഘടന വരെ അവൻ മാറ്റിപ്പിടിക്കും. അപ്പോൾ അങ്ങനത്തെ കീടങ്ങളാണ്. അപ്പോൾ ഏത് പുതുതലമുറയാണെങ്കിൽ പോലും സ്ഥിരമായിട്ട് ആവർത്തിച്ച് കൂടിയ അളവിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കീടങ്ങൾ പ്രതിരോധം ആർജിക്കും. ഒരു തർക്കവുമില്ല. ഇപ്പോൾ ഞങ്ങളുടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഗവേഷണ ഫലങ്ങൾ 2008 തൊട്ട് നെല്ലിലെ ഓലയുരുട്ടിക്കെതിരെ നമ്മൾ ക്ലോറാൻട്രാൻലിപ്രോൾ, ഫ്ലൂബൻഡയാമൈഡ് പോലെയുള്ള കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട്. 2020 ആയപ്പോഴത്തേക്കും നമ്മളതിൻ്റെ ഫലപ്രാപ്തി കുറയുന്നുണ്ടോ എന്ന് സംശയം തോന്നി
പ്രതിരോധം ആർജിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കിയപ്പോൾ തൃശ്ശൂർ ജില്ലയിലൊക്കെ ഫ്ലൂവൻറ്റിയാമൈഡിനെതിരെ ഓലൂരിട്ടി പുഴു 1500 മടങ്ങ് പ്രതിരോധം ആർജിച്ചിട്ടുണ്ട്. പുതുതലമുറ കീടനാശിനിയാണ്, പ്രതിരോധം ആർജിക്കില്ല എന്നൊന്നുമില്ല, കീടങ്ങൾ ആർജിച്ചിരിക്കും. പക്ഷേ അതിനെ നമുക്ക് വേഗം കുറയ്ക്കാനും തടയാനും പറ്റും. കൃത്യമായ ആദ്യം നമ്മൾ സംസാരിച്ച ശാസ്ത്രീയമായ കീടനാശിനി പ്രയോഗമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രതിരോധം ആർജിക്കുന്ന വേഗത നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഒരു പരിധി വരെ അതിനെ തടയാനും സാധിക്കും. ഇപ്പം ഈ വിളകളെ ബാധിക്കുന്ന കീടങ്ങളുമുണ്ട്, അതുപോലെ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഈ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന മറ്റു കീടങ്ങളുമുണ്ട്. കീടങ്ങളല്ല, ഇൻസെക്ട്സും ഉണ്ട്, അതായത് ചിലന്തി, മിത്രകീടങ്ങൾ പോലും ഉണ്ട്. അപ്പം അവയെ ഈ ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ്സ് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? നമ്മൾ എല്ലാ പൂർണ്ണമായും സുരക്ഷിതമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഇപ്പം ഞാൻ 1-2 ചെറിയൊരു ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ TRPV ചാനൽ മോഡുലേറ്റേഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഒരു 5 കൊല്ലങ്ങളായിട്ട് മാർക്കറ്റിൽ 5 കൊല്ലത്തിന് കുറച്ച് മുകളിൽ വന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗം ഒരു നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെ മാത്രമാണ് അത് പ്രയോഗിക്കുന്നത്. അതിൽ ഒരു 4-5 കീടനാശിനികൾ ഇപ്പോൾ ഉണ്ട്. ഒന്ന് ഏറ്റവും ആദ്യം വന്ന് ഫ്ലോണിക്കാമിഡ് എന്ന് പറയുന്ന ഒരു കീടനാശിനി, പിന്നീട് പിമെട്രോസിൻ വന്നു, ഇപ്പോൾ അഫിഡോപൈറോപ്പൻ എന്ന് പറയുന്നു, ഏറ്റവും പുതുതായിട്ട് ഡിംബ്രോപിരിഡാസ് എന്ന് പറയുന്നത്, അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്. ഈ കീടനാശിനികളൊക്കെ ചെയ്യുന്നത് സാധാരണ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ നമ്മുടെ കൊതുക് പോലെയാണ്. കൊതുക് സൂചി കൊണ്ട് നമ്മുടെ തൊലിപ്പുറമെ നിന്ന് നമ്മളുടെ രക്തധമനിയിലേക്ക് സൂചി ഇറക്കി ചോര കുടിക്കുന്നത് പോലെ തന്നെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ, മുഞ്ഞയായാലും വെള്ളീച്ചയാണെങ്കിലും അതിൻ്റെ സൂചി കോശത്തിലേക്ക് ഇറക്കി നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. ഈ കീടനാശിനി തളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സൂചി പ്രവർത്തിപ്പിക്കാൻ പറ്റാതെയാണ് വരിക. അപ്പോൾ ഈ സൂചി ഉള്ള കീടങ്ങളെ മാത്രമേ ഇത് ബാധിക്കൂ. അപ്പോൾ എക്സ്ട്രീംലി സ്പെസിഫിക് എന്ന് ഞങ്ങൾ പറയും, അതായത് ഹെമിപ്ട്രിൻ അല്ലെങ്കിൽ ഹോമോപ്ട്രിൻ ഫീഡിങ് ബ്ലോക്കേഴ്സ് എന്ന് പറയും. കാരണം അത്തരം മൗത്ത് പാർട്സ് ഉള്ളതെന്ന് നമ്മൾ പറയും. അതായത് കീടങ്ങൾ മനുഷ്യരെ പോലെ ഒരേ രീതിയിൽ വായും പല്ലും ഉള്ളതല്ല, ചിലത് കടിക്കുന്നതുണ്ട്, നീരൂറ്റി കുടിക്കുന്നുണ്ട്. അങ്ങനെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്ക് എതിരെ മാത്രം പ്രവർത്തിക്കുന്ന പുതുതലമുറ കീടനാശിനികളുണ്ട്. അപ്പോൾ അത് വേറെ ഒന്നിനും ഫലപ്രദമാവില്ല. ഫലപ്രദം എന്ന് പറയുന്ന വേറൊരു കീടത്തിനെ നശിപ്പിക്കാനും പറ്റില്ല, അതുപോലെ തന്നെ മിത്ര കീടങ്ങൾക്ക് അത് സാരമായി ബാധിക്കുകയില്ല. അപ്പോൾ അങ്ങനത്തെ കുറേയധികം പുതുതലമുറ കീടനാശിനികൾ ഇപ്പോൾ വിപണിയിലുണ്ട്. അപ്പം മറ്റ് പഴയ ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇത്തരം കീടനാശിനികൾ താരതമ്യേന സേഫാണ്. അതിൽ തന്നെ നമ്മൾ ഒന്നും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല പുതുതലമുറ കീടനാശിനികളും നമ്മൾ ആ വിഷാംശത്തിൻ്റെ സൂചികയായിട്ട് നമ്മൾ ത്രികോണങ്ങൾ പറയും, ചുമപ്പ്, മഞ്ഞ, നീല, പച്ച. ഒട്ടനവധി പുതുതലമുറ കീടനാശിനികൾ പച്ച അടയാളത്തിൽപ്പെട്ടതാണ്, മറ്റു പലതും നീലയാണ്. പണ്ടത്തെ പോലെ ചുമപ്പോ മഞ്ഞോ അടയാളത്തിൽപ്പെട്ട പുതുതലമുറ കീടനാശിനികൾ സാധാരണ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നില്ല. അപ്പോൾ അത് തന്നെ സൂചിപ്പിക്കുന്നത് മനുഷ്യർക്കുള്ള വിഷാംശം ഇത് വളരെ കുറവാണ് എന്നുള്ളതാണ്. ഇത് പലപ്പോഴും ഈ ചെറുകിട നാമമാത്രം കർഷകർക്ക് ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ് വാങ്ങാൻ കുറച്ചധികം ചിലവ് ആവുന്നുണ്ട് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ അനാലിസിസ് എങ്ങനെയാണ് സർ? ഇത് പുതുതലമുറ കീടനാശിനികളെല്ലാം തന്നെ പേറ്റൻറ്റഡ് മോളിക്യൂൾസ് ആണ്. ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേറ്റൻ്റ്, അതൊരു 15-18 കൊല്ലത്തേക്ക് പേറ്റൻ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാലയളവിൽ ഒരു കീടനാശിനി വിപണിയിലേക്ക് എത്തിക്കാൻ ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവ് ഒരു കമ്പനിക്ക് ഉണ്ട്. അപ്പോൾ അത് റിക്കവർ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് വില കൂടും. ഇപ്പോൾ ഒരു ചെറിയൊരു താരതമ്യം നമ്മൾ നടത്തുകയാണെങ്കിൽ 2000 കാലഘട്ടം, 2000-2005 കാലഘട്ടം വരെ നെല്ലിൽ സാധാരണ ഉപയോഗിക്കുന്നൊരു കീടനാശിനികൾക്ക് 1 ഏക്കർ സ്ഥലത്തേക്ക് 300-500 രൂപ ചിലവായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം 2007-08 ക്ലോറാൻട്രാനിലിപ്രോളും ഫ്ലൂവൻറ്റിയാമൈഡും ഒക്കെ വന്നപ്പോൾ അത് ഒറ്റയടിക്ക് ഏക്കറിന് 1000-ലേക്ക് കടന്നു. ഇപ്പോൾ അതിനുശേഷം അത് ഫലിക്കാതെ വന്നപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് പുതിയ കീടനാശിനികൾ വന്നപ്പോൾ ഏതാണ്ട് 1800-1900 രൂപ 1 ഏക്കർ സ്ഥലത്തേക്ക് എന്നുള്ള രീതിയിൽ വന്നു. അപ്പോഴെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇരട്ടിയായി 1 ഏക്കറിലേക്കുള്ള കീടനാശിനി ചെലവ് മാത്രം. അതൊരു പ്രശ്നം തന്നെയാണ് പുതുതലമുറയുടെ. പക്ഷേ ഇതിനെ വളരെ രസകരമായിട്ട് മറികടന്ന ഒരു കർഷക അനുഭവം കൂടി എനിക്കുണ്ട്. ചിലർക്കെങ്കിലും നന്നായിട്ട് സുപരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ്
മാള് അന്നമനടയിലുള്ള സിനോജ് എന്ന് പറഞ്ഞൊരു കർഷകൻ. സിനോജിനെ കുറേ കാലങ്ങളായിട്ട് എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ സിനോജ് ഒരു സയാൻ ട്രാൻലിപ്രോൾ എന്ന് പറയുന്നൊരു കീടനാശിനിയുണ്ട്. പച്ചയടയാളത്തിൽപ്പെട്ട ഡയമൈഡ് വിഭാഗത്തിൽപ്പെട്ട ഒരു കീടനാശിനി. അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര വിലയാണ്. 90 മില്ലി കീടനാശിനിക്ക് ഏതാണ്ട് 2000 രൂപയോളം വിലയുണ്ട്. അപ്പോൾ അത് ഞാൻ തന്നെ ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി ഫാമിൽ തന്നെ ഉപയോഗിക്കാൻ ഇത്രയും വിലയുള്ളത് കൊണ്ട് മടിക്കുന്ന ഒരു സാധനമാണ്. സ്ഥിരമായിട്ട് സിനോജിൻ്റെ ഒപ്പമുള്ള കർഷകരും ഉപയോഗിക്കുന്ന ഒരു കീടനാശിനിയാണ്. അപ്പം ഞാൻ ഒരിക്കൽ സിനോജിനോട് ചോദിച്ചു, സിനോജ് ഇതെങ്ങനെ മുതലാവും ഇത്? അപ്പോൾ സിനോജ് പറഞ്ഞത്, സിനോജൊക്കെ പൊട്ടുവെള്ളരിയൊക്കെ ചെയ്യുന്നവരാണ് ആ ഭാഗത്ത്. അപ്പോൾ സിനോജ് പറഞ്ഞു, സാറേ ഞാൻ 2 ഇല പരുവത്തിലും ഒരു 6 ഇല 8 ഇല പരുവത്തിലും 2 സ്പ്രേ ആണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ തളിക്കേണ്ട അളവ് വളരെ കുറവാണ്. അല്ലാതെ വള്ളി മുഴുവൻ പടർന്ന ഒരു പ്രദേശം ഏക്കർ കണക്കിന് പടർന്ന് കിടക്കുമ്പോൾ പോയി ഈ സാധനം തളിക്കില്ല. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ പച്ചക്കറി കർഷകരോട് അതിൽ നിന്ന് കിട്ടിയ എനിക്കുള്ള ഒരു അറിവ് എന്താണെന്ന് പറഞ്ഞാൽ, പച്ചക്കറി കർഷകരോട് പറയുമ്പോൾ ആരംഭഘട്ടത്തിൽ ഈ പുതുതലമുറ കീടനാശിനികൾ കൊടുക്കാൻ പറയും. അപ്പോൾ എന്താണ്, താരതമ്യേന വേണ്ട അളവ് കുറവ്, ചിലവ് കുറച്ചെടുക്കാൻ സാധിക്കും. ഒരു കാര്യം കൂടി, ഇപ്പം നെല്ലിൽ നമ്മൾ കഴിഞ്ഞ 2 കൊല്ലങ്ങളിൽ ഈ പ്രതിരോധശേഷി കണ്ടു തുടങ്ങിയപ്പോൾ, ഒലവൃത്തിയിലെ പ്രതിരോധശേഷി കണ്ടു തുടങ്ങിയപ്പോൾ ഞങ്ങൾ കണ്ട ഒരു കാര്യം, പല പഴയ തലമുറ കീടനാശിനികളും ഇപ്പോഴും ഫലപ്രദമാണ്. അത് ഞങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, നേരെ പുതുതലമുറയിലേക്ക് മാറുകയല്ല ചെയ്തത്. ഞങ്ങൾ പഴയ തലമുറയിൽ ഇപ്പോഴും ഫലപ്രദമായ കീടനാശിനികൾ ശുപാർശ ചെയ്യുക. അതുവഴി എന്താ, നമുക്ക് ചിലവ് കുറയ്ക്കാൻ നിർത്തും. അപ്പോൾ ഞങ്ങൾ ആദ്യഘട്ടത്തിൽ കാർട്ടാപ്പ് എന്നൊക്കെ പറഞ്ഞ് 90കളുടെ അവസാനം വന്ന കീടനാശിനിയാണ്. ആദ്യഘട്ടത്തിൽ കാർട്ടാപ്പ് ഉപയോഗിക്കാൻ പറഞ്ഞു. 2ാമത്തെ ഘട്ടത്തിൽ ഫിപ്രോണിൽ ഉപയോഗിക്കാൻ പറഞ്ഞു, അതും പഴയതാണ്. 3ാമത്തെ ഘട്ടത്തിൽ അസഫേറ്റ് എന്ന് പറഞ്ഞ കീടനാശിനിയാണ്. അപ്പം നേരെ നമ്മൾ പുതിയതിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല. പലപ്പോഴും നമ്മൾ കുറേ കാലമായിട്ട് ഉപയോഗിക്കാതിരുന്ന പഴയ കീടനാശിനികൾ ഇപ്പോഴും ഫലപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയതും പഴയതുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ ആയിരിക്കും ചിലവ് കുറച്ച് നിർത്താൻ എപ്പോഴും സഹായകരമാകും. നേരെ പുതിയതിലേക്ക് ചാടിക്കടക്കണം എന്നില്ല. പിന്നെ മാർക്കറ്റ് അവൈലബിലിറ്റിയും ഉണ്ടോ? ഇപ്പോൾ പല കർഷകർക്കും അത് കൃത്യസമയത്ത് ലഭിക്കുന്നില്ല, വേണ്ട വിധത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളൊരു ഇതിലൊരു ചെറിയ പ്രശ്നമുള്ളത്, ഇപ്പോൾ നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യപ്പെടുന്ന ചില മേഖലകൾ, ഇപ്പോൾ നെൽകൃഷിയാണെന്നുണ്ടെങ്കിൽ കുട്ടനാട്, തൃശ്ശൂർ, പൊന്നാനി, കോൾ മേഖല, അപ്പോൾ പാലക്കാട്, ഇവിടെയൊക്കെ തന്നെ ഇത്തരം പുതുതലമുറ കീടനാശിനികൾ കമ്പനികൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. പുതുതലമുറ കീടനാശിനികൾ പെട്ടെന്ന് എത്തും. അതുപോലെ തന്നെ പച്ചക്കറി വിളകൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് കൃഷി ചെയ്യുന്ന മേഖലകളിൽ പച്ചക്കറി കൃഷിക്ക് വേണ്ട പുതിയ കീടനാശിനികൾ കമ്പനികൾ അവിടെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ എത്തും. മറ്റ് മേഖലകളിൽ ഇത് കിട്ടൽ പലപ്പോഴും പ്രയാസകരമായിട്ട് വരികയും ചെയ്യും. ഇതിനെ മറികടക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്, ഇതെല്ലാം തന്നെ ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിളാണ്. അപ്പോൾ ഓൺലൈൻ വിപണി കർഷകർ എല്ലാ കൊമേഴ്ഷ്യൽ സൈറ്റ്സിലും, ആമസോൺ തന്നെയാണ്. ഇപ്പോൾ കർഷകർക്ക് വേണ്ടി മാത്രമുള്ള ഒട്ടനവധി സൈറ്റുകളുണ്ട്. ഏതൊക്കെയാണ്? ബിഗ് ഹാർട്ട്, അഗ്രി ബിഗ്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സൈറ്റുകൾ ഇഷ്ടം പോലെ. ഇപ്പോൾ കേരളത്തിൽ തന്നെയുള്ളൊരു ഫേം KCPMC എന്നൊക്കെ പറയുന്നതൊക്കെ ഈ ഓൺലൈൻ കീടനാശിനി വിപണികളിൽ വളരെ വളരെ പോപ്പുലർ. സാധാരണ ഞാനൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് കീടനാശിനിയാണോ വേണ്ടത് ആ കീടനാശിനിയുടെ പേരും ഓൺലൈനും എന്ന് ഗൂഗിളിൽ, ഇപ്പോൾ ഫിപ്രോണിലാണ് വേണ്ടത്, ഫിപ്രോണിൽ ഓൺലൈൻ എന്ന് പറഞ്ഞൊരു സെർച്ച് ഗൂഗിളിൽ കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ഓൺലൈൻ സൈറ്റിലും കിട്ടും. ഏതിലാണ് വിലക്കുറവ്, പാക്കിംഗ് ഏതാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നോക്കി ഞാൻ പിന്നെ അത് എടുക്കുകയാണ്. അപ്പോൾ അത് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഇപ്പോൾ വളരെ രസകരമായ സംഭവങ്ങളൊക്കെ ഒരുക്കിയുണ്ട്. ഇപ്പോൾ ഞാൻ ഓലവൃട്ടി പുഴുവിൻ്റെ പ്രതിരോധം നമ്മൾ കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു റേഡിയോയാണോ ടെലിവിഷനാണോ ഒരു ഇതിൽ ചർച്ചയിൽ ഇതിങ്ങനെ പഴയ കീടനാശിനികൾ മാറ്റി പിടിക്കേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, വൈക്കത്തു നിന്നൊരു കർഷകൻ, കുട്ടനാട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ വിളിച്ചു പറഞ്ഞു, സാറേ പഴയ കീടനാശിനികളൊക്കെ ഇങ്ങനെ മാറ്റാൻ പറഞ്ഞപ്പോൾ ഒരു ചെറിയ പ്രശ്നം, ഓൺലൈനിൽ ഓഫർ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം അടുത്ത സീസണിലേക്കുള്ള 10-20 ഏക്കർ കൃഷി ചെയ്യുന്ന ആളാണ്, അടുത്ത സീസണിലേക്കുള്ള കീടനാശിനി മുഴുവൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കർഷകരുണ്ട്. ഓൺലൈൻ മാത്രം ആശ്രയിക്കുന്ന കർഷകരും നമ്മളുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ അതൊരു നല്ല ഓപ്ഷനാണ്. അപ്പോൾ നമ്മുടെ ഈ കാർഷിക സർവകലാശാലയുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസസ് ഉണ്ട്, അതുപോലെ കൃഷി ഓഫീസർമാരുടെ നിർദ്ദേശങ്ങൾ, ഇതിലെല്ലാം പലപ്പോഴും കർഷകർ ഇവരെല്ലാം മറികടന്ന്
ഈ വളം കീടനാശിനി ഡിപ്പോയിൽ പറയുന്നതനുസരിച്ചിട്ട് ഭീമമായ തോതിൽ ഈ കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം കുട്ടനാടാണെങ്കിലും പാലക്കാടാണെങ്കിലും ഈ തോട്ട വിളകളാണെങ്കിൽ പോലും അങ്ങനെ പല പ്രവണത കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപകടങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ വെച്ച് തന്നെ അതൊന്ന് ആരംഭിക്കാം. അതായത് നമ്മൾ ഇപ്പോൾ കാണുന്ന ലക്ഷണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ, കാരണം ഓരോ കീടത്തിനും ഓരോ തരം കീടനാശിനിയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് ആ കീടത്തെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തളിക്കുന്ന കീടനാശിനി തെറ്റിപ്പോവും, കീടം നിയന്ത്രണ വിധേയമാവില്ല. അപ്പോൾ പല കച്ചവടക്കാരും ഇപ്പോൾ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്കൊരു പ്രശ്നത്തെ തിരിച്ചറിയാൻ സാധിച്ചില്ല എങ്കിൽ 3, 4, 5 രാസവസ്തുക്കൾ ചേർത്ത് ഒരു കോക്ടെയിൽ പരുവത്തിന് തളിക്കാൻ പറയുകയാണ്. അത് എന്താണ്, കാടടച്ച് വെടിവെക്കുക എന്ന് പറയുന്നതിന് തുല്യമാണ്. ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്താണ് കീടമെന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞാൽ അതിന് ഫലപ്രദമായിട്ട് ഒറ്റ കീടനാശിനി തിരഞ്ഞെടുത്ത് തളിക്കുന്നതിന് പകരം 4, 5 രാസവസ്തുക്കൾ ഒരു പ്രയോജനവും ചെയ്യാതെ പോവുകയാണ്. അനാവശ്യമായിട്ടുള്ള, അതിൽ പലപ്പോഴും കാണുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും മോശം കമ്പനികളുടെ, ഗുണമേന്മ കുറവുള്ള കമ്പനികളുടെ, കച്ചവടക്കാർക്ക് ഏറ്റവും കൂടുതൽ മാർജിനുള്ള കമ്പനികളുടെ ഉൽപ്പന്നങ്ങളെ പുഷ് ചെയ്യാനായിട്ട് കച്ചവടക്കാരുടെ ഇടയിലൊരു പ്രവണത ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. തീർത്തും നിരുത്സാഹപ്പെടുത്തേണ്ട ഒന്നാണ്. ഇതിലുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ, ഞാൻ തൃശ്ശൂർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു 18 കൊല്ലത്തെ സർവീസായി കാർഷിക സർവകലാശാല. തുടക്കം തൊട്ട് പൊന്നാനി കോൾ മേഖലയിലായിരുന്നു. ഇപ്പോൾ തൃശ്ശൂർ കോൾ മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആ വ്യത്യാസം കൃത്യമായിട്ട് അറിയാം. നേരത്തെയൊക്കെ 1 അല്ലെങ്കിൽ 2 കീടനാശിനികളാണ് കച്ചവടക്കാർ, ഒരു കർഷകൻ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ എടുത്തു കൊടുത്തിരുന്നത്. ഇപ്പോൾ അത് 4ഉം 5ഉമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് എന്തിന് ഏതിന് എന്ന് കച്ചവടക്കാരന് ധാരണയുണ്ടോ എന്ന് പോലും സംശയമാണ്. ഈ 4ഉം 5ഉം ചെല്ലുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൃഷിക്കാരൻ ഒരു കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നെല്ലിൽ 1 ഏക്കർ സ്ഥലത്തേക്ക് ഒരു 3000 തൊട്ട് 4000 രൂപയുടെ കീടനാശിനിയാണ് ഒറ്റ തവണ എടുത്തങ്ങ് കൊടുക്കുന്നത് 1 ഏക്കർ സ്ഥലത്തേക്ക്. അതിൽ ഏറ്റവും പുതിയൊരു കീടനാശിനി എടുത്താൽ പോലും 2000 രൂപയെ ചിലവ് വരുന്നുള്ളൂ. അതേ സ്ഥാനത്താണ് 3000 നേരെ ഇരട്ടിയിലേക്ക് ചിലവ് വർദ്ധിക്കുന്നത്. ഇത് തീർത്തും അനുവദനീയമല്ലാത്ത ഒരു പ്രവണതയാണ്. കർഷകരിത് പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നുള്ളത് നമുക്കൊരു വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം കച്ചവടക്കാരൻ പറയുന്നത്, കാരണം പലപ്പോഴും കൃഷിയിൽ ആ കച്ചവടക്കാരനേക്കാൾ പ്രാവീണ്യവും അറിവും ഉള്ളത് കൃഷിക്കാരനാണ്. പക്ഷേ ആ കൃഷിക്കാരൻ ഈ കച്ചവടക്കാരൻ്റെ ബാധ്യത. എന്നാൽ ഇപ്പോഴും ഈ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കൃഷി ഓഫീസർമാരോ കാർഷിക സർവകലാശാല ഉദ്യോഗസ്ഥരോ ഒക്കെ മൊബൈൽ സാങ്കേതികവിദ്യ കൂടിയതോടുകൂടി ഒരു സംശയം ചോദിച്ച് അതൊന്ന് എന്താണ് വേണ്ടത് എന്ന് തിരിച്ചറിയാനുള്ളൊരു വഴികൾ ഇപ്പോൾ ഉണ്ട് പലപ്പോഴും. പക്ഷേ അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. അപ്പോൾ അത് നമ്മൾ അത് പറയുമ്പോൾ കർഷകൻ്റെ ഭാഗത്തു നിന്ന് മാത്രം നമ്മൾ ചിന്തിക്കാതെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും കാർഷിക സർവകലാശാല ഉദ്യോഗസ്ഥരും ഇത്തരം കർഷകരുടെ പ്രശ്നങ്ങൾക്ക് കുറച്ചും കൂടെയും പ്രോആക്റ്റീവായിട്ട് ഇടപെടുകയും ഇത്തരം പ്രശ്നങ്ങൾക്ക് മറുപടി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് നമ്മുടെ ഉദ്യോഗസ്ഥരും കൂടെയും ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം കൊണ്ടുവരുത്താൻ ടൈംലി സൊല്യൂഷൻ കർഷകർക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതെന്താ പ്രശ്നം എന്താണെന്ന് കൃഷിക്കാരൻ അറിഞ്ഞില്ലെങ്കിൽ അത് ചോദിക്കുമ്പോൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥനോ കാർഷിക സർവകലാശാല ഉദ്യോഗസ്ഥനോ തിരിച്ചറിയുകയും കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഈ കച്ചവടക്കാരനെ ആശ്രയിക്കുന്നതിൽ നിന്ന് നമുക്ക് അവരെ ഒന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും. അത് നമ്മളുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ടതാണ്. കൃഷിക്കാരുടെ ഭാഗത്തു നിന്ന് കച്ചവടക്കാരൻ മാത്രം ആശ്രയിക്കാതെ ഈ ഒരു ശാസ്ത്രീയ പിൻബലം കൂടി വേണ്ടതാണ് എന്നുള്ള ചിന്താഗതിയിലേക്ക് കർഷകരുമാണ്. അപ്പോൾ 2 കൂട്ടരും കൂടെ മാറിയാലേ അത് കുറച്ചുകൂടി ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം കീടങ്ങളും രോഗങ്ങളും എല്ലാം മാറി മറിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഇനി ഭാവിയിൽ ഈ കീടനിയന്ത്രണ മാർഗങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാൻ? ഒരു ഭയങ്കര വെല്ലുവിളിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇതെങ്ങനെ കൂടുതൽ പ്രകടമായിട്ട് മാറും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാനിപ്പോൾ ചില ഉദാഹരണങ്ങൾ ഈ കഴിഞ്ഞ 2-3 കൊല്ലങ്ങളിൽ സംഭവിച്ച ഉദാഹരണങ്ങൾ ഞാനൊരു
ചെറിയ കാര്യം ആദ്യത്തെ ചോദ്യത്തിന് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, വിരിപ്പിൽ നമ്മൾ വൈകി നട്ട് കഴിഞ്ഞാൽ, ജൂലൈയിലൊക്കെ നട്ട് കഴിഞ്ഞാൽ ഗാളീച്ച കൂടുമെന്നുള്ളത്. ഓഗസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുണ്ടകൻ കൃഷിയുടെ സമയം. സാധാരണ ജൂലൈയിലോ അല്ലെങ്കിൽ ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ചയോ നടുന്നതിലാണ് നമ്മൾ ഈ ഗാളീച്ചയുടെ ശല്യം കാണാറ്. കഴിഞ്ഞതിന് മുമ്പിലത്തെ കൊല്ലം തൃശ്ശൂർ, പാലക്കാട് ബോർഡർ, കണ്ണാടിയൊക്കെ ഉള്ള പോലെയുള്ള പഞ്ചായത്തുകളിലൊക്കെ തന്നെ സെപ്റ്റംബർ ഒക്ടോബറിൽ ഗാളീച്ചയുടെ ആക്രമണം രൂക്ഷമായിട്ട് കണ്ടു. ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞ ഒരു സംഭവമായിരുന്നു. അപ്പോൾ പക്ഷെ പിന്നീടത്തെ 2 കൊല്ലം, കഴിഞ്ഞ 2 കൊല്ലവും നമ്മളത് കണ്ടില്ല. ഇതുപോലെ തന്നെ നമ്മൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഹസീന മേഡം ഒക്കെ അക്കറോളജി വിഭാഗത്തിൽ ഭയങ്കര സ്പെഷ്യലിസ്റ്റുകളാണ്. അപ്പോൾ അക്കറോളജി വിഭാഗത്തിൻ്റെ മേധാവി കൂടിയാണ് മേഡം. അപ്പോൾ അതിൽ ഞങ്ങളിപ്പോൾ ഒരു ഓഗസ്റ്റ് മാസം മഴയുടെ ഇടയ്ക്ക് നല്ലൊരു വെയിൽ 4 ദിവസം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ മനസ്സിൽ കുറിക്കും, ഞാനും ടീച്ചറും ഒക്കെ പരസ്പരം സംസാരിക്കും, ഇപ്പോൾ നെല്ലിൽ ഓലമണ്ടരി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. പുതിയൊരു കീടമാണ്. കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് പാലക്കാടിൽ, ഭാഗ്യവശാൽ തൃശ്ശൂർ ജില്ലയിലെ ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും പാലക്കാടാണ് അത് കൂടുതലായിട്ട് കാണുന്നത്. അത് വളരെ ാണ് ഓഗസ്റ്റ് മാസത്തിൽ മഴയുടെ ഇടയ്ക്ക് ഒരു 3-4 ദിവസം വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഓലമണ്ടരി അങ്ങ് കുട്ടനാട് ഏരിയയിൽ കാണുന്നുണ്ടോ? ഇല്ല, നമ്മളിപ്പോൾ പാലക്കാടാണ് നമ്മളിപ്പോൾ പ്രധാനമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ പുതിയൊരു എന്ന് പറഞ്ഞാൽ ഒളിഗോണിക്കോസൊറൈസ് എന്ന് പറഞ്ഞാൽ നെല്ലോല മണ്ടരി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പല കീടങ്ങളുടെ പേര് നമ്മൾ BSc അഗ്രികൾച്ചർ കോഴ്സിൽ പഠിക്കുമ്പോൾ പഠിക്കുന്നൊരു പേരാണ്. പക്ഷെ അതൊക്കെ നമ്മൾ ഫീൽഡിൽ കാണുന്ന പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് പുതുതായിട്ട് കാണപ്പെടുന്നു എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു ഇതെന്ന് പറയുന്നത്, സാധാരണ നമ്മൾ BPH ആണ് പ്രശ്നമായിട്ട് കാണാറ്. കഴിഞ്ഞൊരു 3 സീസണായിട്ട് പാലക്കാട്, ഒന്നാമത് പ്രധാനമായിട്ടും നമുക്ക് പാലക്കാടാണുള്ളത്. പാലക്കാട് WBPH നമ്മൾ കാണാം, വൈറ്റ് ബാഗ്ഡ് പ്ലാന്റ് ഹോപ്പർ എന്ന് പറയുന്നത്. അത് 1-ാം വിളയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം, ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രകടമായൊരു വ്യത്യാസം നമ്മൾ കണ്ടത് മുതലമടയിലാണ്. നമ്മളുടെ മാംഗോ സിറ്റി എന്ന് പറയുന്നത് മുതലമടയിൽ സാധാരണ സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴത്തേക്കും അവർക്ക് പൂവിട്ട് തുടങ്ങും. ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല പൂവിടലാവും. നവംബർ ആകുമ്പോഴത്തേക്കും മാങ്ങയായി തുടങ്ങും. ഡിസംബർ അവസാനത്തോടെ ജനുവരിയിൽ അവർ മാങ്ങ പറിച്ചു തുടങ്ങും. ഇതിൽ പ്രശ്നം പറ്റുന്ന എന്താന്ന് പറഞ്ഞാൽ, ഈ വളരെ 1200-1300 മില്ലിമീറ്റർ മാത്രം മഴയുള്ള ഒരു പ്രദേശമാണ് ഈ മുതലമട, തമിഴ്നാടിനോട് ചേർന്ന്. ഇത് പതുക്കെ മഴയുടെ പ്രവണത അങ്ങ് മാറാൻ തുടങ്ങി. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലും മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ സെപ്റ്റംബറിലും ഒക്ടോബറിലും പൂവിടുമ്പോൾ, സെപ്റ്റംബറിലും ഒക്ടോബറിലും ഒരു 2018 മുമ്പൊന്നും ഒരു മഴയും പെയ്തിരുന്നില്ല. സെപ്റ്റംബർ ഒക്ടോബറിൽ മഴ പെയ്യാൻ തുടങ്ങിയതോടുകൂടി പൂവിടുന്നതൊക്കെ കൊഴിഞ്ഞു വീഴാൻ തുടങ്ങി. അപ്പോൾ കാ പിടിക്കാതെ വരുന്നു. വീണ്ടും മാവ് പൂവിടുന്നത് നവംബർ ഡിസംബറിലാണ്. അപ്പോൾ മാവ് വീണ്ടും പൂവിടും. കാരണം പൂവിടാനുള്ള പാക്ലോബിലോട്രസോൾ പ്രയോഗങ്ങളൊക്കെ കർഷകർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാവിന് പൂവിടാനുള്ള ടെൻഡൻസി ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഡിസംബറിലൊക്കെ പൂവിടും. ഡിസംബറിൽ പൂവിട്ട് കഴിഞ്ഞാൽ അത് മാങ്ങയാകുന്നത് ജനുവരി ഫെബ്രുവരിയിലാണ്. ജനുവരി അവസാനം ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും മാവിൽ എലപ്പേൻ എന്ന് പറയുന്ന, ത്രിപ്സ് എന്ന് പറയുന്ന കീടം പെരുകാൻ തുടങ്ങി. അപ്പോൾ അത് സാധാരണ രീതിയിൽ ഒരു കർഷകന്, ത്രിപ്സ് നേരത്തെ ഉണ്ടായിരുന്നുണ്ട് മാവിൽ. പക്ഷേ മാവിൽ മുതലമുടയിൽ ആ സമയം ഡിസംബർ ജനുവരി കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും മാങ്ങ പറിച്ചു തുടങ്ങി. അപ്പോൾ പിന്നെ ഒരു പ്രശ്നമല്ല. ഇത് പൂവിലും കണ്ണിമാങ്ങ പരുവത്തിലുമാണ് ഇത് പ്രശ്നമായിട്ട് വരുന്നത്. ഇത് ഒരു വൈകുന്നതോടുകൂടി, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് വൈകുന്നതാണ്. സെപ്റ്റംബർ ഒക്ടോബറിൽ മഴ പെയ്യുന്നു, പൂവിടാൻ വൈകുന്നു, മാങ്ങയാകുന്നത് ജനുവരി ഫെബ്രുവരിയിലേക്ക് മാറുന്നു. ആ സമയത്ത് എലപ്പേൻ്റെ ശല്യം കൂടുന്നു. ഭയങ്കര പ്രശ്നങ്ങളാണ് മുതലമുടയിൽ. കഴിഞ്ഞ 2 വർഷം കാലാവസ്ഥ കുറച്ച് ഭേദമായിരുന്നുകൊണ്ട് അവർക്ക് വലിയ പ്രയാസങ്ങളില്ലാതെ. അപ്പോൾ ഒരു ഒട്ടനവധി വെല്ലുവിളികളാണ് നമ്മൾ. അപ്പോൾ ഒരു മാവിലേക്കൊക്കെ ഒരു പുതിയ കീടം വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കതിന് ഗവേഷണം നടത്തി അതിനൊരു ഫലപ്രദമായ നിയന്ത്രണ മാർഗം കൊണ്ടുവരാൻ ഒരു സുപ്രഭാതത്തിൽ പറ്റില്ല. പ്രത്യേകിച്ച് മാവ് പോലെയുള്ള വർഷത്തിൽ ഒറ്റ തവണയേ പൂക്കുന്നുള്ളൂ. ഒരൊറ്റ സീസൺ ട്രയൽ 1 കൊല്ലം നടത്താൻ പറ്റുള്ളൂ. മിനിമം ഒരു 3 സീസൺ ട്രയലെങ്കിലും നടത്താതെ നമുക്കൊരു റിസൾട്ട് കർഷകരിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വെല്ലുവിളി നമ്മൾ നേരിടുന്നുണ്ട്. ഒരു 3 കൊല്ലം ആകുമ്പോഴത്തേക്കും കർഷകരുടെ ക്ഷമയും നശിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം കാർഷിക സർവകലാശാല നേരിടുന്ന ഇത്
പല രീതിയിൽ പല വിളകളിൽ പലതാണ്. അത് ഏത് കീടം എങ്ങനെ മാറുന്നു എന്നുള്ളത് നമുക്ക് എങ്ങനെയെന്നാണ്. ഇപ്പം മാവിലൊന്നും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. നെല്ലോല മണ്ടരിയൊക്കെ ഉണ്ടാവുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതേ അല്ല. നമ്മൾ പഠിച്ചിട്ടുള്ള കീടമാണ്, പക്ഷെ അതൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് മാറുമെന്നുള്ളത്, ഏത് വിളയിൽ ഏത് കീടം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളതും നമ്മൾക്ക് പറയാനുള്ള. പക്ഷെ ഉറപ്പായിട്ടും നമ്മൾക്ക് നേരത്തെ പുതിയ കീടങ്ങളെക്കാൾ കൂടുതൽ പഴയ കീടങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ചില ആധിക്യങ്ങൾ നമ്മളിപ്പോൾ പല മേഖലകളിലും കാണുന്നുണ്ട്. അതൊരു വെല്ലുവിളി തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ വളരെ അധികം വെല്ലുവിളികളാണ് നമ്മൾ നേരിടാനിരിക്കുന്നത്. അപ്പോൾ ഇത് കർഷകർക്ക് മാത്രമല്ല, എന്നെപ്പോലെ ബിരുദധാരികൾക്ക്, കാർഷിക ബിരുദധാരികൾക്കും അതുപോലെ ഉദ്യോഗസ്ഥർക്കും പഠിച്ചു വരുന്ന കുട്ടികൾക്കും എല്ലാം വളരെ ഉപകാരപ്പെട്ട ഒരു സെഷനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച് സാർ. എൻ്റെ ഭാഗത്ത്, കേരയുടെ ഭാഗത്തു നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി അടുത്ത ഫേസ്ബുക്ക് ലൈവിൽ വീണ്ടും കാണാം. നമസ്കാരം. Yeah.